ഹായ് ഹലോ മക്കളെ. യെസ്. അപ്പൊ നമ്മള് ഓണ പരീക്ഷയ്ക്ക് തകൃതിയായിട്ടുള്ള തയ്യാറിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? യെസ്. നമ്മുടെ മലയാളം ഏറ്റവും ഭംഗിയായിട്ട് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. മലയാളം ഫസ്റ്റ് കേട്ടോ. ഓക്കെ, മക്കൾ എല്ലാവരും പഠിച്ചു കഴിഞ്ഞതാണ് എനിക്കറിയാം. മിസ്സിന് അത് 100% ഉറപ്പാണ്. പക്ഷേ എന്നാലും ചില കാര്യങ്ങളൊന്നും ഓർത്തെടുക്കേണ്ടേടാ പരീക്ഷയ്ക്ക് മുമ്പ്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? എല്ലാവരും ഉഷാറിലല്ലേടാ? കുറച്ച് നേരം മിസ്സിൻ്റെ ഒപ്പം കേട്ടിരുന്ന് കഴിഞ്ഞാൽ, കുറച്ച് കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത് കഴിഞ്ഞാൽ പരീക്ഷ എന്ത് ചെയ്യാം? സുഖമായിട്ട് എഴുതിയിട്ട് വരാം. എന്നിട്ട് എല്ലാവരും എന്ത് പറയണം? മിസ്സേ, ഓണ പരീക്ഷ സുഖമായിരുന്നു എന്ന് പറയണം. ഓക്കെ, യെസ്. സെറ്റ് അല്ലേ മക്കളെ? സെറ്റാണോ? ഓൾ ഗുഡ്. ഓക്കെ. അപ്പോൾ നമ്മുടെ കേരള പാഠാവലി ടെക്സ്റ്റ് ഒക്കെ എടുത്തു വെക്കുക. നമുക്ക് പതുക്കെ പതുക്കെ ഓരോന്ന് റിവൈസ് ചെയ്ത് പോവാം. ഓക്കെ. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇതല്ല എന്ന് നോക്കണേ. നമ്മൾ പഠിച്ചു പോയ പാഠങ്ങളാണ്. നമ്മളൊന്ന് ഓർത്തെടുക്കുവാണ്. എന്താണ് ആ പാഠത്തിൽ സംഭവിച്ചേ? വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ മിസ് പറഞ്ഞ് അങ്ങോട്ട് പോവും. അപ്പോൾ മക്കളുടെ മനസ്സിലേക്ക് ആ പാഠവും നമ്മൾ പഠിച്ച കാര്യങ്ങളും ഒക്കെ മനസ്സിലേക്ക് വരണം. ഓക്കെ, യെസ്. സെറ്റ് അല്ലേടാ? സെറ്റ് അല്ലേ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ മിടുക്കന്മാരായിട്ട് എനിക്ക് എന്ത് വേണം? ഉത്തരം തരണം. ഓക്കെ, ഞാൻ നോക്കും ഇവിടെ ആരൊക്കെയാണ് ഉത്തരം തരണേ നോക്കും. ഓക്കെ, യെസ്. ശരി, നമുക്ക് പോവാം. ആദ്യം മിസ് ചെയ്യാൻ പോണത്, നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ടല്ലോടാ. എങ്ങനെ വന്നാൽ ഇത്ര മാർക്കിനായിട്ട് വരുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതെങ്ങനെയാണ് എഴുതേണ്ട കാര്യങ്ങൾ പറഞ്ഞു പോയിട്ട് നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. സെറ്റ് അല്ലേ മക്കളെ? ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഒന്ന് റീഫ്രഷ് ചെയ്ത് തരികയാണ്. ഓക്കെ, ശരി. ഓക്കെ. യെസ്. അപ്പം നമ്മൾ ആദ്യം എന്താണ് മക്കളെ, നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉപന്യാസമാണ്. ഉപന്യാസ പരിചിതമല്ലാത്ത ആരും ഇവിടെ ഇരിപ്പില്ല. നമ്മൾ എന്താണ് മലയാളം പഠിച്ചു തുടങ്ങിയ സമയം തൊട്ട് എഴുതുന്നതാണ്, അറിയാം. എന്നിരുന്നാലും എന്തൊക്കെയാണ് ഉപന്യാസത്തിൽ വരണ കാര്യം ഒന്ന് ഓർത്തെടുത്തേടാ. ഫസ്റ്റ് എന്ത് വേണം? തലക്കെട്ട് വേണം. ആദ്യം എന്ത് വേണം? ഒരു ഉപന്യാസത്തിന് തലക്കെട്ട് വേണം. അതെങ്ങനെയായിരിക്കണം മക്കളെ? ചുരുക്കത്തിൽ വിഷയത്തിനെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കണം. എന്താണ്? ചുരുക്കത്തിൽ വിഷയത്തിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു തലക്കെട്ടായിരിക്കണം. അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. പിന്നെ തലക്കെട്ടിന്റെ എപ്പോൾ പറഞ്ഞാലും ഞാൻ പറയുന്ന കാര്യം, തലക്കെട്ട് എങ്ങാനും നമ്മുടെ പരീക്ഷാ ഹാളിൽ ഇരുന്ന് കിട്ടിയില്ല എന്ന് വെച്ചാൽ ആലോചിച്ച് ബുദ്ധിമുട്ടണോ? വേണ്ട, വിഷയം തന്നെ കൊടുക്കാം, കുഴപ്പമില്ല. ഭാവാത്മകമായിട്ടൊക്കെ എഴുതാനായിട്ട് ശ്രമിച്ചിട്ട് നമ്മുടെ സമയം കളയരുത്. മലയാളത്തിന് വിലപ്പെട്ടത് സമയമാണ്. ഓക്കെ, യെസ്. അത് മനസ്സിൽ വെച്ചിട്ട് വേണം ഉപന്യാസം എഴുതാൻ. രണ്ടാമത് എന്താണ് മക്കളെ? ആമുഖം. എല്ലാത്തിനും ഉള്ളതുപോലെ ഇൻട്രൊഡക്ഷൻ. ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ, സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് പറയുക? നിങ്ങളുടെ പേര്, വിവരങ്ങളൊക്കെ പറയുന്നത് പോലെ തന്നെ ഉപന്യാസത്തിൻ്റെ എന്താണ് ഉപന്യാസം എന്ന് ഒരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന വിധത്തിലായിരിക്കണം നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ. നിങ്ങളുടെ വിഷയത്തിനെ പറ്റി എന്താണ് വിഷയം എന്നുള്ളത് പറയുന്നതാണ് ശരിക്കും ഒരു ആമുഖം എന്ന് പറയണേ, അല്ലേ? അത് മാത്രമല്ല, ആമുഖം വായിച്ചു കഴിഞ്ഞാൽ ആൾക്ക് എന്ത് തോന്നണം? ഈ കുട്ടി കൊള്ളാം, എഴുതിയിരിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട്, ഇനിയുള്ള ഉപന്യാസം ഗംഭീരമായിരിക്കും എന്ന് പറഞ്ഞ് അവർക്ക് വായിക്കാൻ തോന്നണം. പിടി കിട്ടിയോടാ? ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ആമുഖം ഗംഭീരമായിട്ട് എഴുതുവോ? യെസ് ഡീൽ. ശരി. ഇനി അടുത്തത് എന്താണ്? മെയിൻ ഭാഗം, ഉള്ളടക്കത്തിലേക്ക് കടന്നു, അല്ലെ? ഒരു ഹൃദയ ഭാഗമാണ് ഉപന്യാസത്തിന്റെ, അതായത് മെയിൻ ഹാർട്ടാണ്. അതില്ലെങ്കിൽ ഉപന്യാസം എന്താണ്? അങ്ങ് ജീവനില്ലാത്തതായി പോകും. ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ വിഷയം അങ്ങട് നമ്മൾ വിശദീകരിക്കുന്നതാണ്. ഉപന്യാസം ഏറ്റവും വലിയ മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, അതുകൊണ്ടിട്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഏത് വിഷയത്തിൽ നിന്ന് ചോദിച്ചാലും എഴുതാനായിട്ട് മക്കൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഗൈഡ് ലൈൻ ഇങ്ങനെ പറഞ്ഞു പോണേ കേട്ടോ. ഓക്കെ ഡീൽ. ശരി, പിടി കിട്ടിയെന്ന് വിചാരിക്കണം. ഉള്ളടക്കത്തിലേക്ക് വന്നു. ഉള്ളടക്കം എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? നമ്മൾ വിഷയം നല്ല വിശദമായിട്ട് അങ്ങടെ ആളുകളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എത്ര പാരഗ്രാഫ് ആകാം? 2 തൊട്ട് 4 പാരഗ്രാഫ് വരെ ആകാം. 4 എന്ന് പറയുന്നത് മാക്സിമം ആണ്. സെറ്റ് അല്ലേ? ഡീൽ. അതിൽ എന്തൊക്കെ ഉൾപ്പെടുത്താടാ? ഉള്ളടക്കത്തിൽ എന്തൊക്കെ വരാം? കാരണങ്ങൾ, ഉദാഹരണങ്ങൾ, ഗുണങ്ങൾ, ദോഷങ്ങൾ എന്നിവ വരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഫോൺ ഉപയോഗത്തിന്റെ ദൂഷ്യഫലം എന്നുള്ള ഒരു വിഷയത്തിലാണ് വരണമെങ്കിൽ എന്തുകൊണ്ട്, അത് ആലോചിച്ച് നോക്കുക. ഈ ഒരു സ്ട്രക്ചറിൽ ആലോചിക്കുക, എന്തുകൊണ്ട് ഫോൺ ഉപയോഗം കൂടുന്നു? അങ്ങനെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമായിട്ട് എഴുതാം. ഫോൺ ഉപയോഗം കൂടുന്നത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഇടങ്ങൾ ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ടോ ആവാം. അതുകൊണ്ടായിരിക്കും അവർ ഫോണിലേക്ക് തിരിയുന്നത്. കണ്ടോ? എന്തുകൊണ്ട്, എങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ഉപന്യാസത്തിലെ 2-3 പാരഗ്രാഫ്സിന് കണ്ടന്റ് ആയി. ഓക്കെ, അത് മനസ്സിലുണ്ടാവും. കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. എന്തായിരിക്കും ഇതിന് കാരണം? എന്ത് വിഷയമായിക്കോട്ടെ, എന്തായിരിക്കും കാരണം?
ഉദാഹരണങ്ങൾ പറയാൻ സാധിക്കുമോ? ഓക്കെ, പറയാം. പിന്നെ ഗുണങ്ങൾ, ദോഷങ്ങൾ രണ്ട് വശത്തു നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ 2-4 പാരഗ്രാഫൊക്കെ എളുപ്പത്തിൽ എഴുതാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ പാരഗ്രാഫ് തിരിക്കലിന്റെ കാര്യം, ഇതെന്തിനാ അങ്ങനെ പാരഗ്രാഫ് തിരിക്കണേ? എല്ലാം കൂടി ഒറ്റയടിക്ക് എഴുതിയ വായിക്കാൻ തോന്നുവോടാ? ഇല്ല. നമ്മുടെ ടീച്ചേഴ്സ് ഇഷ്ടം പോലെ ഉത്തരകടലാസുകൾ വായിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് മടുപ്പ് തോന്നരുതല്ലോ കാണുമ്പോൾ. അതിനെന്ത് ചെയ്യണം? അപ്പോൾ ഒരു പാരഗ്രാഫ് ഇവിടെ വരെ അവസാനിച്ചു കഴിഞ്ഞാൽ അടുത്ത പാരഗ്രാഫ് ഇവിടെ തുടങ്ങണം. അങ്ങനെ ഒരു ഗ്യാപ്പ് വിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ കൈയക്ഷരം അനുസരിച്ച് വേണം ഈ പാരഗ്രാഫുകളിൽ തിരിക്കാനാട്ടോ. നിങ്ങൾ വലിയ കൈയക്ഷരമാണെങ്കിൽ കുറച്ചൊരു 2-3 വരി വരുമ്പോഴത്തേക്കും ഒക്കെ പാരഗ്രാഫ് മാറാം. അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞു കൈയക്ഷരമാണെങ്കിൽ 4 വരി 5 വരിയൊക്കെ ചിലപ്പോൾ പോയിന്ന് വരും. ഓക്കെ, ഇത് കണ്ട് നിങ്ങൾക്ക് കണ്ണിന് മനസ്സിലാവും അല്ലേ പെട്ടെന്ന് നോക്കുമ്പോൾ. പാരഗ്രാഫുകളായിട്ട് തിരിക്കാനുള്ള ആ ഒരു ഇതുണ്ടാവണം കേട്ടോ. എപ്പോഴും അത് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ എത്ര മനോഹരമായിട്ട് എഴുതിയാലും വായിക്കാൻ തോന്നില്ല എന്ന് വെച്ചാൽ നമ്മുടെ ചിലപ്പോൾ മാർക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. ശരി, ഇനി ഇവിടെ വേറെ എന്തൊക്കെ ഉൾപ്പെടുത്താം? നിർവചനം, ഡെഫിനേഷൻ, പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്താണ് ഇപ്പോൾ ജലമലിനീകരണം എന്ന് വെച്ചാൽ എന്താണ്? പല വിധത്തിൽ ജലത്തെ മോശമാക്കുക. എന്തോ പ്ലാസ്റ്റിക് വഴിയോ അല്ലെങ്കിൽ അതിലേക്ക് വിഷം നിറച്ചുകൊണ്ടോ ഉള്ള ഇതാണ് ജലമലിനീകരണം എന്നുള്ളത് നിങ്ങൾക്ക് ഒരു നിർവചനം അറിയാമെങ്കിൽ അങ്ങനെ പറയാം. ഇത് ഏത് വിഷയത്തിനും നിങ്ങൾക്ക് പറ്റാവുന്നതാണ്. വിദ്യാഭ്യാസം, എന്താണ് വിദ്യാഭ്യാസം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, പിന്നെ ചില ആളുകൾ പറഞ്ഞ വചനങ്ങളൊക്കെ, ഇപ്പോൾ ഗാന്ധിജി പറഞ്ഞ ഏതെങ്കിലും ഇതോ എന്താണ് സത്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു വചനങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ, കോട്ട്സ് ചേർത്ത് കഴിഞ്ഞാൽ ഉപന്യാസം രസമാവും. ഉപന്യാസം തുടങ്ങുന്ന സമയത്തും അങ്ങനെ ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മുടെ B.R. അംബേദ്കർ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞ്, ഡോക്ടർ B.R. അംബേദ്കർ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞ് നമുക്ക് ഉപന്യാസം തുടങ്ങാം. അങ്ങനെയും മനസ്സിലുണ്ടാവണം കേട്ടോ. ഓക്കെ, ഡീൽ? യെസ്. ഇനി എന്താണ് മക്കളെ? ഉപസംഹാരമാണ്. ലാസ്റ്റ് കൊണ്ട് കലം അടയ്ക്കാതിരിക്കാൻ വേണ്ടി ഉപസംഹാരം ഗംഭീരമായിരിക്കണം. കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഉപസംഹാരം എന്ന് പറയുന്നത്. ഉപസംഹാരം പേര് കേട്ടാൽ വലുതാണ് തോന്നുമെങ്കിലും സിമ്പിൾ ആണ്. കൺക്ലൂഷൻ ആണ് സിംപ്ലി. ഓക്കെ, യെസ്. പിന്നെ ഒരു അഭിപ്രായം പറയാം, അല്ലെങ്കിൽ ഒരു സന്ദേശം നല്ലത് പറഞ്ഞു വെച്ചിട്ട് നമുക്ക് ഉപന്യാസം അവസാനിപ്പിക്കാം അല്ലേ? ഇത് മാറട്ടെ എന്നോ അല്ലെങ്കിൽ നല്ല നാളുകൾ ഉണ്ടാകട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ വെച്ചിട്ടാണ് ഒരു ഉപന്യാസം അവസാനിപ്പിക്കാൻ. കിട്ടിയോടാ? ഇത് തന്നെയാണ് മക്കളെ കുറിപ്പ്. കുറിപ്പിന്റെ വലിപ്പം കുറവാണെന്നേ ഉള്ളൂ. കുറിപ്പിന് പാരഗ്രാഫുകളല്ല, വാക്യങ്ങളാണ് വരുന്നത്. കിട്ടിയോടാ? മനസ്സിലായോ? ഓക്കെ, കുറിപ്പിന്റെ വ്യത്യാസം എന്താന്ന് പറഞ്ഞ, മാർക്കിന് കുറവാണ് കുറിപ്പ് ചോദിക്കുക. അപ്പോൾ അതിനനുസരിച്ച് പാരഗ്രാഫുകൾക്ക് പകരം വരികളാവും. ഇതേ സാധനം. ഓക്കെ, യെസ്, അത്രയേ ഉള്ളൂ. കുറിപ്പും ഉപന്യാസം ഇതേ സ്ട്രക്ചറാണ്, പേടിക്കണ്ട. മക്കൾക്കറിയാം, ഒന്ന് മിസ് ഓർമ്മിപ്പിച്ചു എന്നുള്ളൂ. യെസ്. ഇനി അടുത്ത പ്രധാനപ്പെട്ടതാണ് കഥാപാത്ര നിരൂപണം. ഈ കഥാപാത്രം എന്ന് പറയുന്നത് കഥകളിലെ, നോവലുകളിലെ മാത്രമല്ല, കവിതയിലെയും ഒരു കഥാപാത്രം അല്ലേ? നമുക്ക് പരിചിതമായിട്ടുള്ള ആളുകളുടെ ചോദിക്കാവുന്നതാണ്. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കഥാപാത്ര നിരൂപണം എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുത്തലാണ്. അറിയാത്ത ഒരാൾക്ക് നിങ്ങൾ ആ കഥാപാത്രത്തെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ആദ്യം അവരുടെ പേരും അഡ്രസ്സും പറയണം. എവിടെ നിന്ന്, ഏത് നോവലിൽ നിന്ന് അല്ലെങ്കിൽ ഏത് കവിതയിൽ നിന്ന്, എന്ത് തരം കൃതിയിൽ നിന്നാണ് വന്നതെന്നുള്ളത് പറയണം. അതായത് കവിതയിൽ നിന്നാണ്, ലേഖനത്തിൽ നിന്നാണ്, കഥയിൽ നിന്നാണ് എന്ന് പറയണം. പിന്നെ ആരെഴുതി എന്നുള്ള കാര്യം, ആരെഴുതി, എന്ത് തരം, പേര്, കൃതിയുടെ, അങ്ങനെ മനസ്സിൽ വെച്ചിട്ട് വേണം കഥാപാത്ര നിരൂപണത്തിന് എഴുതാനായിട്ട്. ആദ്യം തലക്കെട്ട് കൊടുക്കാം, കഥാപാത്രത്തിന്റെ പേര് തലക്കെട്ട് കൊടുക്കാം. കഥാപാത്രത്തെ പരിചയപ്പെടുത്തുക എന്ന് പറയുമ്പോൾ മിസ് പറഞ്ഞതുപോലെ പേര് പറയാ, എവിടെ നിന്ന് വന്നു എന്നുള്ളത് പറയാ. കിട്ടിയോടാ? ഓക്കെ ആണോ മക്കളെ? ഇതുവരെ പറഞ്ഞത് സെറ്റ് അല്ലേ? യെസ്, ഓക്കെ, ശരി. യെസ്. കഥാപാത്രത്തിന്റെ പൊതു സ്വഭാവം ചേർക്കണം. പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ക്യാരക്ടേഴ്സിനെ പറ്റി ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇഷ്ടംപോലെ അനിമയെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ മാർവൽ മൂവീസ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, DC ഫാൻസ് ഉണ്ടാവാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സൂപ്പർ ഹീറോയെ പറ്റി നിങ്ങളൊരു ആളുടെ സൂപ്പർ പവർ നിങ്ങൾ പറയത്തില്ലേ? ഇപ്പോൾ അയൺമാൻ്റെ സൂപ്പർ പവർ എന്തായിരുന്നു? അയൺമാൻ്റെ സ്യൂട്ടാണ് അല്ലേ? യെസ്. പിന്നെ ഇപ്പോൾ ഡോക്ടർ സ്ട്രേഞ്ച് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സൂപ്പർ പവർ ഇസ് മാജിക് അല്ലേ? പിന്നെ ആരാ? സ്പൈഡർമാൻ്റെ സൂപ്പർ പവർ എന്താണ്? സ്പൈഡർ ആണ് ആള് അല്ലേ? DNA സ്പൈഡർ ഉണ്ട്. അതുകൊണ്ട് ഒരു അരക്നോയിഡ് സ്പീഷീസിന്റെ കുറച്ച് ഫീച്ചേഴ്സ് കാണിക്കുന്ന ആളാണ് ആര്? സ്പൈഡർമാൻ അല്ലേ? ഇവിടെ നിന്ന് വല വരിക, അത് പിന്നെ മതിൽ പിടിക്കാൻ പറ്റുക, ഇതൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ സ്പൈഡർമാനെ അങ്ങനെ പറയുമ്പോൾ സ്പൈഡർമാൻ ഇന്ന ക്വാളിറ്റീസ് വന്നില്ലേ? സ്പൈഡർമാൻ ഇന്നതാണ്. പറക്കാൻ പറ്റുമോ സ്പൈഡർമാൻ? ഇല്ല. പക്ഷെ എന്ത് ചെയ്യും? ഈ വല വെച്ചിട്ടുള്ള ഇതാണ്, പറക്കാൻ പറ്റത്തില്ല. പിന്നെ എന്താണ്, ചില കാര്യങ്ങൾ പറ്റാത്തതുണ്ട്, പറ്റുന്നതുണ്ട്. കാരണം ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ നമുക്ക് പല രീതിയിൽ ഒരാളെ പരിചയപ്പെടുത്താം.
ഓക്കെ യെസ് പലരും പറയുന്നു യെസ് മാർവൽ ഫാൻസ് ആയിരിക്കും. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറഞ്ഞാൽ സ്പൈഡർമാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയതുകൊണ്ട് മിസ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ യെസ് ശരി. അങ്ങനെ നിങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ ഒരു പൊതു സ്വഭാവം കടന്നു വരും അല്ലെ. സ്പൈഡർമാൻ നല്ലൊരു മനുഷ്യനാണ് അല്ലെ. സ്പൈഡർമാന്റെ ഏറ്റവും എന്താണ് പറയാറ് കോട്ട് എന്താ, വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ സ്പൈഡർമാൻ പറയണു എന്ന് പറയുമ്പോൾ നമുക്ക് ആ ക്യാരക്ടർ പിടികിട്ടി. അതേ ഉള്ളൂ, അത് തന്നെ കഥാപാത്ര നിരൂപണം. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കഥാപാത്രത്തിന്റെ സവിശേഷതകൾ, രൂപഭാവം എന്നിവ കണ്ടെത്തുക അല്ലെ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ കഥാപാത്രം എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്യാം മക്കളെ, ഇതിൽ ഉൾപ്പെടുത്താം. ഓക്കെ മനസ്സിലായോ? ഇതേ ഉള്ളൂ കഥാപാത്ര നിരൂപണം, ബുദ്ധിമുട്ടില്ല, മക്കൾക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ പാഠസന്ദർഭങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ കഥാപാത്ര നിരൂപണം കുറെ ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോയിട്ടുണ്ട്. അത് കാരണം പേടിക്കേണ്ട, മക്കൾക്ക് അറിയാവുന്ന കാര്യം വരുള്ളൂ. ഓക്കെ യെസ്. ഇനി കഥയിൽ കഥാപാത്രങ്ങളുടെ സ്ഥാനം, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം, ആ കഥാപാത്രം ഒറ്റയ്ക്ക് അങ്ങനെ നിൽക്കുന്നതല്ല, ബാക്കിയുള്ളവരുമായിട്ട് എങ്ങനെയാണ് ഇടപെടുന്ന കാര്യങ്ങൾ കൂടി ചേർക്കണം. ഡീൽ സെറ്റല്ലേ? ഇനി അവസാനം ചേർത്തിരിക്കുന്ന ഭാഗം നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഉത്തരങ്ങൾക്കും വേണ്ടതാണ്. ഒരു ആശയ ക്രമീകരണം, ഒരു തുടക്കവും ഭംഗിയായിട്ടുള്ള ഒരു ഒടുക്കവും വേണം, വാക്യഘടന വേണം, സെന്റൻസ് പ്രോപ്പർ ആയിരിക്കണം അല്ലേ. പക്ഷെ മലയാളത്തിന് അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇപ്പൊ മലയാളത്തില് രാമൻ രാവണനെ കൊന്നു രാമൻ രാവണനെ, ഇതൊക്കെ കറക്റ്റാണ്, വ്യാകരണ പശക്ക് വരില്ല. പക്ഷെ എന്നാലും വാക്യഘടന ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. പിന്നെ ചിഹ്നങ്ങൾ തെറ്റിപ്പോവരുത് കേട്ടോ. അതെപ്പോഴും ഇതായിക്കോട്ടെ, കൃ ആയിക്കോട്ടെ, ക്യാ ആയിക്കോട്ടെ, അതൊന്നും തെറ്റിക്കരുത്. യായുടെ ചിഹ്നം ഒന്നും തെറ്റിക്കരുത്, തിരിഞ്ഞു പോകരുത്. ഓക്കെ സ്വാഭാവികമായിട്ട് ഇടയ്ക്ക് സ്പീഡിൽ എഴുതുമ്പോൾ പറ്റിപ്പോകും, പക്ഷെ പരമാവധി അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അക്ഷരത്തെറ്റില്ലാതെ എഴുതുക എന്നുള്ളതാണ്. ഇനി വരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് മുഖപ്രസംഗമാണ്. ഉപന്യാസത്തിൽ നിന്ന് വലിയ വ്യത്യാസമില്ല, പക്ഷേ വ്യത്യാസം വരുന്ന 3 പോയിന്റുകളുണ്ട്. ഒന്ന് സമകാലിക സാഹചര്യം, അടിയന്തര പ്രാധാന്യം ആൻഡ് പരിഹാരമാർഗങ്ങൾ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഉപന്യാസം എഴുതുമ്പോൾ എന്ത് വേണം, അവിടെ തലക്കെട്ട് വേണം. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ശരിക്കും ഒരു പത്രത്തിൽ നിന്ന് വന്ന ഒരു മുഖപ്രസംഗമാണ്. മുഖപ്രസംഗം എന്ന് പറഞ്ഞാൽ എന്താ അതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ, ഒന്ന് ആലോചിച്ച് നോക്കി. പറഞ്ഞിട്ടുണ്ട് ഞാൻ എപ്പോഴോ, അറിയാം. എഡിറ്റോറിയൽ. യെസ് ഓക്കെ കിട്ടുന്നുണ്ട്. യെസ് എഡിറ്റോറിയൽ, അത് തന്നെ. എപ്പോഴും പത്രത്തിന്റെ ഒരു സൈഡിൽ ഇങ്ങനെ ലെഫ്റ്റിലായിട്ട് ഒരു കോളം ഇത്ര ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും, എല്ലാ പത്രത്തിലും ഉണ്ടാവും. ഓക്കെ എഡിറ്റോറിയൽ ആണ്, ചീഫ് എഡിറ്റർ ആയിട്ടുള്ള ആൾ എഴുതുന്നതാണ്. അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിനെ പറ്റിയിട്ടായിരിക്കും അതിൽ പറയുക. മുഖപ്രസംഗം അങ്ങനെയാണ്, ഒരു വിഷയത്തിനെ കൈകാര്യം ചെയ്ത് അതിന് പരിഹാരം പറയലാണ് മുഖപ്രസംഗം. കേവലം ഇപ്പൊ പറയുക, നമ്മുടെ എന്തെങ്കിലും ഒരു ഇഷ്യൂ, ഉയർന്നു വരുന്ന ലഹരി ഉപയോഗം, അത് പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചാൽ മാത്രം പോരാ, അതിനുള്ള പരിഹാരം കൂടി കൊടുക്കണം. എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം കൂടി പറഞ്ഞു കൊടുക്കണം. അതാണ് മുഖപ്രസംഗത്തിന്റെ പ്രത്യേകത. ഒരു എഡിറ്റർ, അതായത് ഒരു പത്രം നടത്തുന്ന അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കാണുന്ന ഒരു പ്രശ്നം എങ്ങനെ അതിനെ ഡീൽ ചെയ്യണം എന്ന് പറയുന്നതാണ് മുഖപ്രസംഗം കേട്ടോ. അത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, ചില കേസസുകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഉണ്ടാക്കി എഴുതാം നിങ്ങൾക്ക്, അത് ബുദ്ധിമുട്ടില്ല. അതായത് കഴിഞ്ഞ ദിവസം ഇന്ന സ്ഥലത്ത് നടന്നതുപോലെ, അല്ലെങ്കിൽ കാഞ്ഞിരമറ്റത്ത് നടന്നതുപോലെ നമ്മൾ ഇങ്ങനെ നിരന്തരമായി അത്തരത്തിലുള്ള കേസുകൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി, ഓക്കെ നടക്കുന്ന ഒരു പ്രശ്നത്തിനെ പറ്റി തന്നെയാണ് പറയുന്നത് എന്ന് മനസ്സിലാവും. അങ്ങനെ ചേർക്കാം. പിന്നെ പരിഹാര മാർഗം പറയണം, എങ്ങനെ അത് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം കൂടി ഉൾപ്പെടുത്തിയാൽ മുഖപ്രസംഗം ഗംഭീരമാവും. പിന്നെ മുഖപ്രസംഗത്തിന്റെ തലക്കെട്ട് എഴുതുന്ന സമയത്ത് എന്താണ് വിഷയം എന്നുള്ളത് വേണമെങ്കിൽ ഒന്ന് അടിയിൽ ഇങ്ങനെ ഒരു 2 വാക്യമായിട്ട് കൊടുക്കാവുന്നതാണ്, ഭംഗിയാവും. ഓക്കെ നിർബന്ധം ഞാൻ പറയുന്നില്ല, പക്ഷെ അങ്ങനെ കൊടുത്തു എന്ന് വെച്ച് മാർക്ക് കുറയുമില്ല. ഓക്കെ ഡീൽ. ഓക്കെ ഇതിങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇപ്പൊ മിസ് കാണിച്ചേണ പോലെ ഒരു മാതൃക എഴുതിയാൽ കുറച്ചുകൂടി രസമാവും. ഇതേ ഉള്ളൂ മക്കളെ മുഖപ്രസംഗം എന്ന് പറയുന്നത്. കിട്ടിയോടാ? ഇത്രയും മിസ് പറഞ്ഞത് മനസ്സിലായെങ്കിൽ തംസപ്പെട്ടെ എല്ലാവരും, തംസപ്പെട്ടെ ഓക്കെ ആണോ? നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകാൻ പോവാണ്. ഇപ്പൊ നമ്മൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലേ. ഇനി നമ്മൾ കാര്യത്തിലേക്ക് കടക്കാണ്, പാഠഭാഗത്തേക്ക് കടക്കാണ്. ഓക്കെ ആണോ മക്കൾ എല്ലാവരും? ഓക്കെ ആണോടാ? സെറ്റ് അല്ലേ? ഉഷാറിലല്ലേ? യെസ്. ഓക്കെ ആദ്യം നമ്മൾ മലയാളം ഫസ്റ്റിൽ പഠിച്ച ഗംഭീരമായിട്ടുള്ള ഉള്ളൂർ എസ് പരമേശ്വര അയ്യറിന്റെ ചാപ്റ്ററാണ് പനിനീർ പൂവ് അല്ലേ. ഓർമ്മയുണ്ടോ? ഓർത്തെടുത്തേ എന്തൊക്കെയായിരുന്നു ഉള്ളൂര് പറഞ്ഞുകൊണ്ടിരുന്നേ. പോട്ടെ, ഉള്ളൂര് ഏത് കവിത്രയത്തിലെ ആളാണ് മക്കളെ? പ്രാചീനമാണോ അതോ ആധുനികമാണോ? വേഗം ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. ആധുനികമാണോ പ്രാചീനമാണോ? കൂടാതെ ആധുനിക കവിത്രയത്തിൽ ആരുണ്ടെന്നും കൂടി ഒന്ന് പറയണം.
ആധുനിക കവിത്രയത്തിൽ ആരൊക്കെയുണ്ട്? കവിത്രയം എന്ന് പറഞ്ഞാൽ 3 പേര്. ആരൊക്കെയോ 3 പേര് ആധുനിക കവിത്രയത്തിലുണ്ട്. ആരൊക്കെയാണ് മക്കളെ? യെസ്, ഉള്ളൂർ ആധുനികമാണ്. ഓക്കെ, ഡൺ, വെരി ഗുഡ്. ശരി, ഇനി അടുത്തത് ആധുനിക കവിത്രയത്തിൽ ആരൊക്കെയുണ്ട് ഉള്ളൂർ കൂടാതെ? വേഗം പോരട്ടെ. യെസ്, ആശാൻ ഉള്ളൂർ വള്ളത്തോൾ. നമ്മൾ ആ ഒരു ഈണത്തിലാണ് പറയുക അല്ലെ, ആശാൻ ഉള്ളൂർ വള്ളത്തോൾ. ആശാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുമാരൻ ആശാൻ, ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ, വള്ളത്തോൾ നാരായണ മേനോൻ. ഇതാണ് ആധുനിക കവിത്രയം. ഓക്കെ, കവിത്രയത്തിലുള്ള ഒരാളാണ് നമ്മുടെ ഉള്ളൂർ എഴുതിയ പനിനീർ പൂവ്. എന്തായിരുന്നു കവിത? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എവിടെ നിന്നാണ് എടുത്തേ? അതൊരു ചോദ്യമാണ് കേട്ടോ, 1 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. അമൃതധാര എന്നുള്ള കഥാ സമാഹാരത്തിൽ നിന്ന് എടുത്ത ഒരു ഭാഗമാണ് പനിനീർ പൂവ് കേട്ടോ. അത് വിട്ട് കളയരുത്. അമൃതധാര ഓർത്തു വെച്ചോടാ, 1 മാർക്ക് സെക്യൂർഡാണ് ചോദിച്ചു കഴിഞ്ഞ്. ഓക്കെ, യെസ്, ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, ശരി. പനിനീർ പൂവില് മിസ് ഒന്ന് ആലോചിച്ച് നോക്കിയാടാ, എന്തൊക്കെയായിരുന്നു പറഞ്ഞുള്ളൂര്? ആ ഒരു പൂവിനെ നോക്കിയിട്ട് നിനക്ക് നാണാവില്ല ഇങ്ങനെ നിൽക്കുക, നാളെ നീ കൊഴിഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞാൽ ഉള്ളൂർ എന്താണ് കളിയാക്കാണ് അല്ലേ? വളരെ നീ എന്താണ് ഇങ്ങനെ പുച്ഛിച്ച് തള്ളി പൂവിനെ. പൂവ് എന്ത് ചെയ്തു? മിണ്ടിയോ എന്തെങ്കിലും? ഇല്ല, തല ആട്ടുക മാത്രം ചെയ്തു. അത് കഴിഞ്ഞിട്ട് അപ്പോഴാണ് ഉള്ളൂരിന് കത്തിയെ, ോ ഞാൻ പറഞ്ഞത് തെറ്റാണ്, എനിക്ക് മാപ്പ് നൽകൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലേ. ഞാനൊരു മൂഢനാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാനൊരു മണ്ടനാണ്, എന്നെ ക്ഷമിക്കണം, നിന്റെ വില ഞാൻ മനസ്സിലാക്കണു അല്ലേ. ഇവിടെ ലോകം മൊത്തം സുഗന്ധം പരത്തുന്നതും ഭംഗിയോടെ ഇങ്ങനെ നിൽക്കുന്നതും ഒക്കെ നീയാണ് പനിനീർ പൂവേ. നിന്നെ ഞാൻ പറഞ്ഞതിൽ എനിക്ക് വിഷമമുണ്ട്, എന്നെ ഒന്ന് ക്ഷമിക്കണം എന്നാണ് ആര് ഉള്ളൂർ പറയണേ. ഓർമ്മയുണ്ടല്ലോടാ, നമുക്കൊന്ന് പോവാം, ഒന്ന് ആ പാഠഭാഗത്തിലൂടെ പോവാം. അപ്പോൾ മനസ്സിലേക്ക് നമ്മൾ പറഞ്ഞു പോയ ക്വസ്റ്റ്യൻസും വരണം. എങ്ങനെ ക്വസ്റ്റ്യൻ മിസ് പറയാം? ഓക്കെ, നമുക്ക് നോക്കാം. ഉള്ളൂരുടെ അമൃതധാര എന്ന കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്തതാണ് പനിനീർ പൂവ്. ജീവിതവാടിയിൽ ഏതൊരു മനുഷ്യജീവിക്കും അവൻ്റെതായ ഇടമുണ്ട്. സ്ഥിതി സമത്വത്തിന്റെ, സാഹോദര്യത്തിന്റെ മഹത്തായ ഇടം. ഈ അർത്ഥത്തിൽ നാം എല്ലാം പനിനീർ പൂക്കൾ തന്നെയാണ്. ഏവർക്കും അവരുടേതായ കർമ്മങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ആ കർമ്മധീരത തന്നെയാണ് ഭൂമിയെ സ്വർഗമാക്കുന്നത്. നാളെ വാടിക്കൊഴിഞ്ഞു പോകുമെങ്കിൽ വരും ഭൂമിയെയും പുഷ്പവാടിയാക്കുന്നത് ഈ പൂക്കളാണ്. എന്താണ് പോകുമെങ്കിൽ, നാളെ വാടിക്കൊഴിഞ്ഞു പോകുമെങ്കിലും ഒരു മരുഭൂമിയെ പോലും പുഷ്പവാടി, നല്ല സുന്ദരമായിട്ടുള്ള പുഷ്പങ്ങൾ നിറഞ്ഞ സ്ഥലമാക്കുന്നത് ആരാണ്? പൂക്കളാണ്. അപ്പൊ എന്താണ് മക്കളെ ആദ്യം പറഞ്ഞിരിക്കുന്ന കേട്ടിട്ട് ഇതുണ്ടോ? സിമ്പിൾ ആണ്. എന്താ? ഓരോരുത്തർക്കും എന്താണ് നമ്മൾ വിചാരിക്കുന്ന ഒരു കുഞ്ഞു ഉറുമ്പിന് പോലും ഈ ലോകത്തിൽ എന്തോ ചെയ്തു തീർക്കാറുണ്ട്. അവർക്കൊരു ജീവിതധർമ്മമുണ്ട്. അപ്പോ പനിനീർ പൂവിനെ നമ്മുടെ ഉള്ളൂര് പുച്ഛിച്ചതുപോലെ നമ്മൾ അങ്ങനെ ചെയ്യരുത് എന്നാണ് പറയുന്നത്. മുള്ളില്ലാതെ പനിനീർ ചെടിയും പൂവില്ല. സമൂഹത്തിൽ തിന്മയും നന്മയും ഉണ്ടാവാം അല്ലെ. നന്മ തിന്മകൾക്കിടയിൽ ഏതിന് പ്രാധാന്യം നൽകി ജീവിക്കണം എന്ന തിരഞ്ഞെടുപ്പ് നമ്മുടേതാണ്. തിന്മയെ അപ്രസക്തമാക്കുന്ന നന്മയാണ് ജീവിതത്തെ പുഷ്പിക്കുക. ആരും നിസ്സാരരല്ല അല്ലെ. നമ്മൾ വിചാരിക്കും പോലെ ആരും നിസ്സാരരല്ല. ഒരു പുൽക്കൊടിക്ക് പോലും ഇവിടെ സ്ഥാനമുണ്ട്. ഉചിതമായ സമയത്ത് ഉചിതമായ സ്ഥലത്ത് ഏത് വിത്തും മുളയ്ക്കും, തളിരിടും, പൂക്കും, കായ്ക്കും. സമസ്ത ലോകർക്കും തണലേകും പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർ തന്നെയാണ് പനിനീർ പൂവ്. നമ്മൾ വിചാരിക്കും ചില മനുഷ്യര് നമ്മുടെ ചില എന്താണ് അവരെ കൊണ്ടൊന്നും പറ്റില്ല, അവനൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ചിലരങ്ങനെ ആളുകളെ പുച്ഛിക്കും. അങ്ങനെ ചെയ്യാമോ മക്കളെ? ഇല്ല. പനിനീർ പൂ പോലെയാണ് അവരും. നമ്മൾ വിചാരിക്കും പോലെ നമുക്കറിയാത്ത വില അവർക്കുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പനിനീർ പൂവ് പോലെയുള്ള ചാപ്റ്ററുകൾ പഠിക്കുന്നത് അല്ലേ. എല്ലാം സുന്ദരമാണെന്ന് മനസ്സിലാക്കുകയും എല്ലാവർക്കും അവരുടേതായ സ്ഥാനമുണ്ടെന്ന് മനസ്സിലാക്കുകയും വേണം. യെസ്, അവരിലെ അപരിമേയ ശക്തി വെളിപ്പെടുമ്പോൾ അവരും ദേവതുല്യരാകുന്നു. പനിനീർ പൂവിനോട് ദേവത ഒന്ന് ഓർക്കുകിൽ നിങ്ങളാണ് ദേവതമാരെന്ന് ആര് പറയുന്നുണ്ടോ? ഉള്ളൂര് പറയുന്നുണ്ട്. മനോഹരമായ പനിനീർ പൂവിനെ കണ്ട കവി അതിനോട് ചോദിക്കുന്നു, നീ എന്തിനാണ് ചിരിക്കുന്നത്? നിന്റെ ജീവിതം എത്ര മോശമാണ് അല്ലേ. യെസ്, നാളെ നീ വെറും മണ്ണിൽ വീണ് നശിക്കാൻ പോകുന്നെന്ന് ഓർക്കണം. പക്ഷെ പൂവ് അതിന് മറുപടി പറയാതെ നിഷേധാർത്ഥത്തിൽ തലയാട്ടുക മാത്രമാണ് ചെയ്തത്. മറുപടി അനന്തരം തന്റെ തെറ്റ് കവി മനസ്സിലാക്കി പശ്ചാത്തപിക്കുകയാണ് അല്ലെ. പൂക്കളെക്കാൾ ഈ ഭൂമിയിൽ വേറൊന്നിനും ഉത്കർഷമില്ല. ഏതൊരു പാഴ്മരുഭൂമിയെയും മലർവാടിയാക്കാൻ അവർക്ക് കഴിയുകയും അല്ലെ, മനുഷ്യന്റെ ഏതു ദുഃഖത്തെയും ആനന്ദമാക്കി മാറ്റാൻ കഴിയുന്ന അവർക്ക് ലോകത്തിന് സുഗന്ധമേകാനും തേൻ പ്രദാനം ചെയ്യുന്നതിലൂടെ അന്നപൂർണേശ്വരിയാകാനും അല്ലെ. എങ്ങനെയാണ് പൂക്കൾ അന്നപൂർണേശ്വരിമാരാകുന്നതെന്ന് ചോദിച്ചാൽ തേൻ കൊടുക്കുന്നതിലൂടെ. അതൊരു ചോദ്യമാണ് അല്ലെ. അന്നപൂർണേശ്വരി എന്ന് പറഞ്ഞാൽ അന്നം നൽകുന്ന ദേവി. ഓക്കെ, പൂക്കൾ അന്നപൂർണേശ്വരിമാരാവുന്നത് തേൻ കൊടുക്കുന്നതിലൂടെയാണ് അല്ലെ. പിന്നെ തൊട്ടാൽ എന്തൊരു മാർദ്ദവം എന്നൊക്കെ പറഞ്ഞ് പൂക്കളെ അതിമനോഹരമായിട്ടുള്ളൊരു വിശേഷിപ്പിക്കുന്നുണ്ട്. മുടിയിൽ ചൂടുമ്പോൾ അസാധാരണമായ ഭംഗി അല്ലെ. വേണിയിൽ ചൂടുമ്പോൾ എന്തു ഭംഗി അല്ലെ. ഭംഗിയും പ്രദാനം ചെയ്യുന്ന പൂക്കൾ ദേവന്മാരെയും വീരന്മാരെയും പാവങ്ങളെയും ഒരുപോലെ കാണുന്നു. മനസ്സിലായോടാ? കിട്ടിയോ?
ഇനി മണ്ണിൽ ഏതു മംഗളകർമ്മങ്ങളും മഹത്വം നൽകുന്ന പൂക്കൾ യഥാർത്ഥത്തിൽ വിണ്ണിലെ പൈതങ്ങൾ തന്നെയെന്ന് കവി തിരിച്ചറിയുന്നു. പൈതങ്ങൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ. കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കരാണ്, ഈ ലോകത്തിന്റെ ചൈതന്യമാണ് കുഞ്ഞുങ്ങൾ. ഓക്കെ, നിങ്ങളൊക്കെ എന്താണ് ഉള്ളൂര് പറയണേ, പനിനീർ പൂ പോലെയാണ് നിങ്ങൾ എന്നാണ് പറയണേ. ഓക്കെ, നിങ്ങളെ പോലെ നിഷ്കളങ്കരായിട്ട് പുഞ്ചിരിക്കുന്ന ആളുകളാണ് പനിനീർ പൂക്കൾ എന്നാണ് പറയണേ ഉള്ളൂര്. ഓക്കെ, യെസ്, ശരി. അടുത്ത വരി, ഇത് ഓർമ്മയുണ്ടോ മക്കൾക്ക്? ഓർമ്മയുണ്ടെങ്കിൽ തംസപ്പ് ഇട്ടേടാ. ഓർമ്മ വന്നോ പനിനീർ പൂവിന്റെ ചാപ്റ്റർ? നമ്മൾ ആദ്യം വ്യക്തമായിട്ട് പഠിച്ചതാണ് അല്ലേ? യെസ്, ശരി. ഏതൊരു പാഴ്മടൽ കാടുതാൻ നിങ്ങളാൽ ഭൂതമാം നന്ദനമാകുന്നില്ല, ഏതൊരു മാലിൽ താൻ മർത്യർക്കും നിങ്ങളാൽ സ്ഫീതമാം ആനന്ദം വായിക്കുന്നില്ല. എന്താണ്? ഏത് പാഴ്മണൽ കാടിനെ പോലും ഭൂതമാം വിശുദ്ധമായിട്ടുള്ള ഒരു നന്ദനം, ഉദ്യാനം തന്നെ ആക്കി നിങ്ങൾ മാറ്റുന്നു. ഏതൊരു മാല, എന്ത് സങ്കടമായാലും, മാല എന്ന് പറഞ്ഞാൽ വിഷമം, മർത്യർക്ക്, മനുഷ്യർക്ക് നിങ്ങളാൽ സ്ഫീതമാം വളരെ മനോഹരമായിട്ടുള്ള ആനന്ദം നിങ്ങൾ നൽകുന്നു അല്ലേ? യെസ്, കൃത്യസമയത്ത് കൃത്യസ്ഥലത്ത് ചേരുന്ന ഒരു വസ്തു അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നും എത്ര നിസ്സാരമെന്ന് തോന്നുക പോലും ചുറ്റുപാടുകളെ മാറ്റിമറിക്കാമെന്നും ഇവിടെ പറയുന്നു. അപ്പൊ ഈ വരികളുടെ ആശയം എന്താണ് മക്കളെ? ഇങ്ങനെ ചോദിക്കാം, ചോദ്യത്തിന് എന്താണ് ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ എന്ത് പറയണം? കൃത്യസമയത്ത് കൃത്യസ്ഥലത്ത് എത്തിച്ചേരുന്ന ഒരു വസ്തു അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ എത്ര നിസാരമെന്ന് തോന്നുക പോലും ചുറ്റുപാടുകളെ മാറ്റിമറിക്കാമെന്നും ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഈ വരി ഓർമ്മ വന്നില്ലേ? ഇനി വേറൊരു വരി, ദേവനെ പൂജിക്കാം, വീരനെ ചാർത്തിക്കാം, പാവത്തിൻ മൗലിക്കും ഭൂഷിയാകാം, കല്യാണ കർമ്മത്തിന് ആവശ്യമേവർക്കും കല്യാണധാമങ്ങളായ നിങ്ങൾ. എന്താണ്? ദേവനെ പൂജിക്കാം, വലിയ കർമ്മങ്ങൾക്ക് എടുക്കാം, വീരനെ പൂജിക്കാം, പാവത്തിൻ മൗലിക്കും, സാധാരണ ഒരു മനുഷ്യന്റെ മുടിയിൽ ചൂടിയാൽ, മൗലി എന്ന് പറഞ്ഞാൽ തല എന്നാണ് അർത്ഥം. യെസ്, ഭൂഷയാകാം, അലങ്കാരമാകാം. ഭൂഷ എന്ന് പറഞ്ഞാൽ അലങ്കാരം. കല്യാണകർമ്മം, നല്ല കർമ്മത്തിനും ആവശ്യമാണ് കല്യാണധാമങ്ങളായ, കല്യാണ ഇരിപ്പിടങ്ങളായ നിങ്ങൾ എന്നാണ് പറയുന്നത്. അതായത് നല്ലൊരു ചടങ്ങിന് പൂവ് ആവശ്യമാണ്. അത് ഏത് മതത്തിലായാലും പൂക്കൾ വളരെ ആവശ്യമാണ് അല്ലേ? സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ളവർക്ക് ഏവർക്കും ഒരേപോലെ തന്നെ കരുതലും സ്നേഹവും പങ്കുവെക്കാൻ കഴിയുന്ന പൂക്കൾ സ്ഥിതി സമത്വത്തിന്റെ മകുടോദാഹരണങ്ങളാണ് അല്ലേ? യെസ്, അതായത് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. എല്ലാവരും ഒരുപോലെയാണ് പൂക്കൾ കാണുന്നത്. ഏതാവശ്യത്തിനും ഒരേപോലെ ആശ്രയിക്കാവുന്ന പൂക്കൾ സത്യത്തിൽ തുല്യർ തന്നെ. ദേവൻ ഒരു ദൈവം പോലെ തന്നെയാണ് പൂക്കൾ വരുന്നത്. ഇനി പൂക്കളുടെ ഒരു ഉത്സവമാണ്, ഓണം വരാൻ പോവാണ് അല്ലേ? നമ്മളെ ജമന്തിക്കും ഇതിനൊക്കെ ആയിട്ട് ഓടാൻ പോവാണ്. ഓണാഘോഷത്തിനൊക്കെ സെറ്റ് അല്ലേ മക്കള്? അല്ലേ? യെസ്, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സാം ഒക്കെ എഴുതിയിട്ട് സൂപ്പറായിട്ട് ഓണസദ്യയൊക്കെ കഴിക്കാനുള്ളതാണ്. ഓക്കെ, യെസ്, ശരി. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് പോവാടാ. ഓക്കെ, ഇനി ഉള്ളൂരിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു ചുരുക്ക വിവരണം കൂടി. ഉള്ളൂർ പൊതുവെ എന്താണ്? ഉജ്ജ്വല ശബ്ദാഠ്യൻ എന്നാണ് ഉള്ളൂരിനെ വിശേഷിപ്പിക്കാറ് മക്കളെ. ഒരു പേര് കിട്ടി, ഉജ്ജ്വല ശബ്ദാഠ്യൻ എന്ന് പറഞ്ഞാൽ, ശബ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ടെങ്കിൽ അമ്മാനമാടുന്ന ഒരു മനുഷ്യനാണ് ഉള്ളൂർ. പനിനീർ പൂവ് എന്ന കവിത ലളിത സുന്ദരങ്ങളായ പ്രയോഗങ്ങളാൽ മനോഹരമാകുന്നു. ലളിതമാണ്, നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ലളിത ജീവിതത്തിലൂടെ എന്താണ്? വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യരുടെ പ്രതീകമാണ് പനിനീർ പൂവ്. പാടുന്ന വണ്ടുകൾക്കൊപ്പം പൂവും തെന്നലിലാടുന്ന മനോഹരമായ സുഗന്ധത്താൽ ഉലകത്തെ ഹരം പിടിപ്പിക്കുന്നു. തേനിന്റെ വശ്യതയിൽ മനുഷ്യരുൾപ്പെടെ ജീവികൾ ലയലാസ്യതയിൽ ആറാടുന്നു അല്ലേ? നമ്മൾ പൂക്കളുടെ തേൻ ആസ്വദിക്കുന്നവരാണ്. ഗന്ധം, സ്പർശം, ദർശനം എന്നിങ്ങനെ ഇന്ദ്രിയ സുഖങ്ങളെല്ലാം പ്രദാനം ചെയ്യുന്ന പൂക്കൾ യഥാർത്ഥത്തിൽ ഭൂമിയിൽ സ്വർഗം തന്നെ തീർക്കുന്നവരാണ് അല്ലേടാ? നമ്മള് പൂവിന്റെ ഗന്ധം ആസ്വദിക്കുന്നു, അതിന് തൊട്ട് കഴിഞ്ഞാലുള്ള മൃദുലത ആസ്വദിക്കുന്നു, കാണുമ്പോൾ എന്തൊരു ഭംഗി, മനസ്സിനും കണ്ണിനും ഒക്കെ അല്ലേ? യെസ്, അതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തൊരു ചാപ്റ്റർ ഓർമ്മ വന്നോടാ? പ്രിയ AS-ന്റെ വളരെ മനോഹരമായിട്ടുള്ള എന്നാൽ മനസ്സിന് ഇത്തിരി വിഷമം തരുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു താളുകൾക്കിടയിൽ ഒരു മയിൽപീലി അല്ലേ? നമുക്ക് നോക്കാം എന്താണ് കാര്യം എന്നുള്ളത് നോക്കാം. അപ്പൊ പനിനീർ പൂവിന് മിസ്റ്റർ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. പനിനീർ പൂവിന് സാധ്യത ഇങ്ങനെ വരികൾ തന്നിട്ട് അർത്ഥം ചോദിക്കുക എന്നുള്ളതുമാണ്. അത് മനസ്സിലുണ്ടാവണം. പിന്നെ പനിനീർ പൂവ് ഒരു മനുഷ്യരുടെ പ്രതീകം കൂടിയാണെന്നുള്ളത് മനസ്സിലുണ്ടായാൽ മതി. പിന്നെ ഒന്ന് നോട്ട്സിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ എന്തായാലും മക്കളെ സെറ്റാണ്. ഓക്കെ, ഡീൽ. യെസ്, ഇനി താളുകൾക്കിടയിലും മയിൽപീലി തിരിച്ചു വരാം. പ്രിയ AS എഴുതിയിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു കഥയാണ്. നോക്കാം. പരസ്പര സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയാണ് പ്രിയ AS-ന്റെ താളുകൾക്കിടയിൽ ഒരു മയിൽപീലി എന്ന കഥ. കുഞ്ഞു മനസ്സിൽ ബാല്യകാലത്തിന്റെ ഓർമ്മച്ചെപ്പിൽ പൊതിഞ്ഞു വെച്ച മയിൽപീലിയായി നെഞ്ചിലേറ്റുന്ന സ്നേഹബന്ധത്തിന്റെ ഊഷ്മളമായ ഓർമ്മകളാണ് അല്ലെ? താളുകൾക്കിടയിൽ ഒരു മയിൽപീലി എന്നുള്ള ചാപ്റ്ററിൽ ഓർമ്മയിലൂടെയും സ്നേഹത്തിലൂടെയും ഒക്കെയാണ് കടന്നു പോകുന്നത്. എൻ്റെ ഓർമ്മയിലുള്ള ഏറ്റവും വ്യക്തവും പ്രകാശമാനവുമായത് നീലകണ്ഠനെ കുറിച്ചുള്ള ഓർമ്മകളാണെന്ന് പ്രധാന കഥാപാത്രമായി പറയുന്നിടത്ത് സ്നേഹത്തിന്റെ മാസ്മരികമായ ഭാവതലമാണ് പിറക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് നീലകണ്ഠൻ. അനുതാര എന്നുള്ള നമ്മുടെ മെയിൻ ക്യാരക്ടർ, ആളുടെ സുഹൃത്താണ് നീലകണ്ഠൻ. നീലകണ്ഠൻ മിടുക്കനായിട്ട് പഠിക്കുമായിരുന്നു അല്ലെ? അനുവിനെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു അല്ലെ? നോക്കാം. യെസ്, നമുക്കൊന്ന് ഓർത്തെടുക്കാം. സ്നേഹത്തിന്റെ
ഇനി കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പോലും സ്നേഹത്തിന് നനവ് തിരിച്ചറിയാനുള്ള കഴിവ് ജന്മസിദ്ധമാണെന്ന് തോന്നും. കുട്ടികൾ പരസ്പരം ഒന്നും പറയാതെ തന്നെ തിരിച്ചറിഞ്ഞ് സ്നേഹിക്കുന്നുണ്ടെന്നും സ്നേഹിക്കപ്പെടുന്നുണ്ടെന്നും മനസ്സിലാക്കാം അല്ലേ. എന്താണ്, രണ്ട് കഥാപാത്രങ്ങളും പരസ്പരം സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതാണ്. ഈ ചാപ്റ്ററിൽ അത് തന്നെയാണ് ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുക. കളർ പെൻസിലുകൾ നീലകണ്ഠനായി ശേഖരിച്ചു വെക്കുന്ന അനുതാര എന്ന രോഗിയായ പെൺകുട്ടി. സ്ഥിരമായിട്ട് ആശുപത്രി വാസം ഉള്ളതുകൊണ്ട് ക്ലാസ്സുകൾ പലതും മിസ്സായെങ്കിലും എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന ആരായിരുന്നു? നീലകണ്ഠനായിരുന്നു അല്ലേ. അപ്പൊ നീലകണ്ഠന് കളർ പെൻസിലുകൾ ഇങ്ങനെ എടുത്തു വെക്കും. അമ്മ പറയും, എവിടെയാ ഈ പെൻസിലൊക്കെ പോടേ, നീ കൊണ്ട് കളയുകയാണോ ചോദിക്കുമ്പോൾ അത് ആർക്ക് കൊണ്ട് കൊടുക്കുകയാണ്? നീലകണ്ഠന് കൊണ്ട് കൊടുക്കുകയാണ് അല്ലേ. ഇതിലൊക്കെ ഉപരിയായി അവന്റെ അന്വേഷണവും സാമീപ്യവും കരുതലും അവളുടെ മനസ്സ് തിരിച്ചറിയുന്നു. ഈ അറിവ് അവളെ സ്നേഹത്തിന്റെ പെരുമഴ പെയ്യിക്കുന്നു. കുട്ടികൾ തമ്മിൽ പങ്കുവെക്കുന്ന വസ്തുക്കൾ യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിലാക്കലിലെ സമർപ്പണത്തിന് ഉപാധികളല്ലാത്ത സ്നേഹത്തിന്റെ നിദാനങ്ങളാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു പെൻസിൽ കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ വസ്തു മാത്രമല്ല കൊടുക്കുന്നത് അല്ലേ. നമ്മൾ ഇഷ്ടമുള്ളവർക്കല്ലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, എന്തെങ്കിലും കൊടുക്കുള്ളൂ മക്കളെ അല്ലേ. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ വന്നു, അപ്പൊ നിങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾ റെഡി ആവില്ലേ? ഇല്ലേ. നീലകണ്ഠന് വേണ്ടിയിട്ട് അനുതാര അങ്ങനെ ചെയ്ത് എന്തുകൊണ്ടായിരിക്കൂടാ? ഇഷ്ടമാണ്. കാരണം നീലകണ്ഠൻ അനുതാരെ സഹായിക്കുന്ന ആളാണ് അല്ലെ. പാഠം മനസ്സിലായാലും പേടിക്കണ്ട, എളുപ്പമാണ്, ഞാൻ പറഞ്ഞു തരാം എന്നുള്ള രീതിയിൽ നീലകണ്ഠൻ പഠിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും അല്ലെ. അനുതാരയ്ക്ക് വയ്യാത്ത കുട്ടിയാണ്, അപ്പൊ നിരന്തരമായിട്ട് ആശുപത്രിയിൽ പോകണം, അതുകൊണ്ട് ക്ലാസ്സിൽ മിസ്സാവുന്നതുകൊണ്ട് പറ്റുന്നതാണ്. ഓക്കെ അല്ലെ. നീലകണ്ഠൻ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണോ? നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കില്ലേ? അതുപോലെ അനുതാരയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് നീലകണ്ഠൻ. ഓക്കെ യെസ്. ഇനി നോക്കാം, അടുത്ത പോവാം. ഓർമ്മകളുടെ ഏറ്റുപറച്ചിലാണ് ഈ കഥ എന്ന് പറയാം. ഇത് അത് തന്നെയാണ് കഥയുടെ ജീവനം. മയിൽപ്പീലി കണ്ണുകൾ പോലെയുണ്ടെന്ന ഇടയ്ക്കെല്ലാം നീലകണ്ഠൻ പറയുമ്പോൾ എൻ്റെ എല്ലാ വേദങ്ങളും ഞാൻ മറന്നുപോയി എന്ന വാക്യത്തിലൂടെ അനുതാരയുടെ സന്തോഷാധിക്യത്തിൽ നമ്മളും എത്തിച്ചേരും. അതെ, അനുതാര വരച്ച മയിൽപ്പീലി എന്താണ് നല്ല രസമായിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് ആൾക്കും സന്തോഷമാവാണ്, അനുതാരയ്ക്കും സന്തോഷമാവാണ്. ഇനി അവസാന ഭാഗത്തിലേക്ക് എത്തുമ്പോൾ ഇനി എൻ്റെ പങ്ക് കൂടി അനുതാര പഠിച്ചോളൂ. എന്ത് പറ്റുകയാണ് മക്കളെ? നീലകണ്ഠന്റെ കണ്ണ് കാണാതാവാണ് നീലകണ്ഠൻ അല്ലെ. കാഴ്ച നഷ്ടപ്പെടുകയാണ്. അപ്പൊ മിടുക്കനായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നു. അപ്പോഴാണ് അനുതാരയോട് നീലകണ്ഠൻ പറയുന്നത്, ഇനി എൻ്റെ പങ്ക് കൂടി അനുതാര പഠിച്ചോളൂ. ചോദ്യമായി, ഇതാര് പറഞ്ഞു? ഏത് സന്ദർഭത്തിൽ പറഞ്ഞു? ഇതാരാണ് പറഞ്ഞത്? നീലകണ്ഠൻ പറഞ്ഞതാണ്, അനുതാരയോട് പറഞ്ഞതാണ്. നോട്ട് ചെയ്യണേ, വേഗം പറഞ്ഞേ. ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേ ഇത് നോക്കട്ടെ. ടൈപ്പ് ചെയ്തേ. ഇത് ആരോട് പറഞ്ഞതാണെന്ന് ടൈപ്പ് ചെയ്തേ. നീലകണ്ഠൻ അനുതാരയോട് പറഞ്ഞതാണ്. ഓക്കെ ആണോ? കിട്ടിയോ? എപ്പോഴാണതാ പറഞ്ഞത്? കഥാന്ത്യത്തിൽ. എന്ത് പറ്റിയപ്പോൾ? നീലകണ്ഠന് കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ. ഇനി തനിക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നറിഞ്ഞപ്പോൾ അനുതാരയോട് തൻ്റെ പങ്കും കൂടി പഠിച്ചോളാൻ കുറച്ച് വിഷമത്തോടെ കണ്ണിങ്ങനെ നിറഞ്ഞിട്ടാണ് ആര് പറയണേ? നീലകണ്ഠൻ പറയുന്നത്. പിടികിട്ടിയോടെ കഥ അവസാനം വന്നോടാ മനസ്സിലേക്ക്? യെസ്, ശരി. ഓക്കെ എല്ലാവരും ഓക്കെ യെസ് എന്ന് പറഞ്ഞ് ഈറനായ പൊട്ടിച്ചിരി. അതായത് ഒരു നമ്മളിപ്പോ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, ചിരിച്ചുകൊണ്ട് കരയുന്ന ഒരവസ്ഥ. അതാണ് നീലകണ്ഠൻ ചെയ്തത്. തൻ്റെ വേദന മറയ്ക്കാനായിട്ട് ചിരിക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, പക്ഷെ ഉള്ളിൽ വിഷമം ഉണ്ടായിരുന്നു. ഇനി എന്താണ്, നീലകണ്ഠൻ പോകുമ്പോൾ കാണാ കാഴ്ചകൾ ഹൃദയം കൊണ്ട് മാത്രം കാണാൻ നീലകണ്ഠന്റെ വേദന അനുതാരയുടേത് കൂടിയായി മാറുന്നു. ഇങ്ങനെ ഭാവതീവ്രമായ ഒട്ടേറെ രംഗങ്ങളാൽ സമ്പന്നമാണ് താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി, മഞ്ഞുകൂടി പാർത്ത ഇല്ലിക്കാടുകൾ, സന്ധ്യയുടെ കവിളിൽ മഞ്ഞുതുള്ളി പോലെ എന്നിങ്ങനെ സൗന്ദര്യാത്മകമായ പ്രയോഗങ്ങളും കഥയെ ഭാവത്തിരിക്കും. എന്താണ് മഞ്ഞുകൂടി പാർത്ത ഇല്ലി എന്ന് പറഞ്ഞാൽ മറ്റേ ഒരു ചെടിയാണ് അല്ലേ. ഇല്ലിമുളം കാടുകൾ കേട്ടിട്ടില്ലേ? അതിലിങ്ങനെ എന്താണ് മഞ്ഞുകൂടി പാർത്തു എന്ന് പറഞ്ഞാൽ മഞ്ഞിങ്ങനെ അവിടെ എവിടെയായിട്ട് തങ്ങി നിൽക്കുന്നത്, സന്ധ്യയുടെ കവിളിൽ മഞ്ഞുതുള്ളി പോലെ. അത് രസമായിട്ട് പറഞ്ഞാണല്ലേ. ഒരു തണുപ്പും കാര്യങ്ങളും ഒക്കെ മനസ്സിലേക്ക് വന്നുകൊണ്ടുള്ള പ്രയോഗങ്ങളും പ്രിയായേസിന്റെ കഥയുടെ ഏറ്റവും പ്രത്യേകതയാണ്. ഇനി കഥാന്ത്യത്തിൽ എഴുത്തുകാരി പറഞ്ഞു നിർത്തുന്നിടത്ത് ഈ കഥ സ്നേഹത്തിന്റെ ഗാഥയായി ഒഴുകുന്നു. കാഴ്ച നഷ്ടപ്പെട്ട നീലകണ്ഠൻ എന്ന കുട്ടിയുടെ പ്രസാദാത്മകമായ സമീപനം നമ്മുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന ഘട്ടത്തിലും സ്നേഹം മഴയായി പെയ്യുന്നു അല്ലേ. അവിടെയും നമുക്ക് നീലകണ്ഠനോട് ഒരു സ്നേഹം വരികയാണ് അല്ലേ. നമുക്കൊരു സഹതാപം കലർന്ന ഒരു സ്നേഹം നീലകണ്ഠനോട് തോന്നുകയാണ്. കുട്ടികൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന് ഈ കഥയിൽ പ്രിയായസ് നമ്മളോട് പറയാൻ ശ്രമിക്കുന്ന എന്താണ്? എല്ലാ പരിമിതികളെയും മറികടക്കാൻ, നേരിട്ട് ജീവിതം തുഴഞ്ഞ് അക്കരയെത്താൻ പരിമിതികളോ ഇല്ലാത്ത, ഉപാധികളില്ലാത്ത എന്താണ് എത്താൻ നിർമ്മല സ്നേഹത്തിന്റെ ശക്തി മാത്രം മതി എന്നാണ്. അതില്ലാത്തതാണ് ബന്ധങ്ങളിൽ നിന്ന് കാണുന്ന ശൈഥില്യത്തിന് കാരണം. അതായത് നമുക്ക് ജീവിതത്തിൽ പല പ്രതിസന്ധികളുണ്ടാവും. ഇപ്പൊ അനുതാരയ്ക്ക് എന്ന് പറഞ്ഞാൽ വയ്യാത്തതായിരുന്നു പ്രതിസന്ധി. ഇപ്പൊ നീലകണ്ഠന് കണ്ണിന് കാഴ്ച കിട്ടാത്ത പ്രതിസന്ധിയായി. പക്ഷേ അവർക്ക് രണ്ടുപേർക്കും കൂട്ടായിട്ട് ഇരുവരുമുണ്ട്. അവർ സഹായിക്കും, അവര് ജീവിതത്തിൽ മുന്നോട്ട് കയറും. ഓക്കെ യെസ്, സെറ്റല്ലേ മക്കളെ?
ഓർമ്മ വന്നോടാ താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി. ഇനി നോക്കാം, അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ ആണെങ്കിൽ ഒന്ന് തംസപ്പ് ഇട്ടേടാ എല്ലാവരും. ഓക്കെ ആണോ? ഓക്കെ ആണ്. യെസ്, ശരി. ഇനി നമ്മൾ അടുത്ത ഒരു ചാപ്റ്ററാണ്, എന്താണ്, കളിവിളക്കിൻ തിരുനാളം. കളിവിളക്കിൻ തിരുനാളം ഓർമ്മയുണ്ടോടാ? അതിൻ്റെ ഇടയ്ക്ക് സോറി, ഒരു ചാപ്റ്റർ കൂടിയുണ്ട്, തിങ്കളാഴ്ച നല്ല ദിവസം. ഓക്കെ, സോറി, അതുണ്ട് കേട്ടോ, തിരക്കഥ നമ്മൾ പഠിച്ചു. ഇതിൽ ഞാനൊരു ചുരുക്ക വിവരണമാണ്, ഒറ്റയടിക്ക് നമ്മൾ എന്താണ്, ചാപ്റ്റർ അത്യാവശ്യം കുറച്ച് ലെങ്തിയാണ്, പക്ഷെ സംഭവം ഇതേ ഉള്ളൂ. എന്തായിരുന്നു മക്കളെ, ഓർമ്മയുണ്ടോ? തിങ്കളാഴ്ച നല്ല ദിവസം. ഒരമ്മ, 2 മക്കള്, 2 ആൺകുട്ടികൾ, അവരുടെ ഭാര്യ, അവരുടെ മക്കളൊക്കെ ആയിട്ട് ഒരു കുടുംബം. അമ്മയെ വീട്ടിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അമ്മ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ല എന്ന് പറയുകയും, പക്ഷെ അമ്മയെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള താല്പര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അമ്മയെ എവിടെയാക്കാൻ പോവാണ്? വൃദ്ധസദനത്തിലാക്കാൻ പോവാണ്. അതാണ് ഇപ്പൊ തിങ്കളാഴ്ച നല്ല ദിവസം എന്നുള്ള ശീർഷകത്തിൽ എന്താ ഉദ്ദേശിക്കണേ? അമ്മൂമ്മ എന്ത് ചെയ്യും മക്കളെ? തിങ്കളാഴ്ച ഒരു ദിവസം നോക്കിയിട്ട് സ്വയം അങ്ങോട്ട് ഇറങ്ങി പോവാണ്. എന്നെ അന്വേഷിച്ച് ആരും വരണ്ട എന്ന് ചോദിക്കുന്ന, അല്ല, ഇങ്ങനെ പറയുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പൊ അതില് ചോദിക്കാൻ സാധ്യതയുള്ളത് അമ്മയുടെ കഥാപാത്ര നിരൂപണമാണ്. ഓക്കെ, അമ്മ, അപ്പൊ എന്തൊക്കെ കഥാപാത്ര നിരൂപണം എന്ന് പറയുമ്പോൾ, അമ്മയുടെ കഥാപാത്ര നിരൂപണം എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരണം നമ്മുടെ കഥാപാത്ര നിരൂപണത്തില്? അമ്മ ചെയ്ത കാര്യങ്ങൾ വരണം. ഓക്കെ, അമ്മ ആദ്യം നല്ല ഭയങ്കര ശക്തിയോടെ ആണ് ആരോട്? തൻ്റെ മരുമോളോട് പറയുന്നത്, എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയണം. പക്ഷെ മക്കളുടെ അടുത്തൊന്നും അങ്ങനെ ഒരു സമീപനം കേട്ടപ്പോൾ ആൾക്ക് വിഷമായി, കരയുന്നുണ്ട്. പക്ഷെ ശക്തിയായിട്ടുള്ള ഒരു കഥാപാത്രം തന്നെയാണ്. അപ്പൊ അമ്മയുടെ വേദനകൾ വരണം, അല്ലേ? വേദനകളെ പറ്റി പറയണം. പിന്നെ അമ്മ അവസാനം എടുത്ത നിലപാട് എന്തുകൊണ്ടായിരിക്കും, അല്ലെ? എന്തിനായിരിക്കും അങ്ങനെ തീരുമാനിച്ചു പോയി എന്നെ അന്വേഷിച്ച് ആരും വരണ്ട? പേരക്കുട്ടികളെ ഇഷ്ടമാണ്, അല്ലെ? പേരക്കുട്ടികളോടുള്ള ഇഷ്ടം. കിട്ടിയോടോ? ഇതൊക്കെ കഥാപാത്ര നിരൂപണത്തിൽ വരണം. അതിനു മുമ്പ് മിസ് പറഞ്ഞു കഥാപാത്ര നിരൂപണം എഴുതണം എങ്ങനെയാണെന്ന്. ആദ്യം എന്ത് ചെയ്യണം? എവിടെ നിന്നാണോ വന്നേ കഥാപാത്രം? പി പത്മരാജന്റെ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന സിനിമയിലെ, അല്ലെങ്കിൽ തിരക്കഥ എന്ന് എഴുതിയാലും മതി, അതിന്റെ തിരക്കഥയിലെ പ്രധാന കഥാപാത്രമാണ് അമ്മ. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ട് എഴുതണം കേട്ടോ, വിട്ട് കളയരുതേ. ആരുടെയാണ് മക്കളെ? പി പത്മരാജൻ. അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത് അദ്ദേഹം തന്നെ തിരക്കഥ എഴുതിയതാണ് തിങ്കളാഴ്ച നല്ല ദിവസം. ഇനി 1985 പുറത്തിറങ്ങിയ ഒരു മലയാള ചിത്രമാണ്. ആ വർഷത്തെ മികച്ച മലയാള ചിത്രങ്ങളുടെ ദേശീയ പുരസ്കാരം ഈ ചിത്രം നേടി. ഓക്കെ, ഓരോ ഭാഷയ്ക്കും നാഷണൽ ലെവൽ അവാർഡ് ഉണ്ട്. ഓക്കെ, അത് മലയാളത്തിൽ നേടിയ ചിത്രമാണത്. എന്താണ്? ചലച്ചിത്രത്തിനായോ ടെലിവിഷൻ പ്രോഗ്രാമുക്കായോ ഹ്രസ്വ ചിത്രത്തിനായോ ഉള്ള ദൃശ്യങ്ങളുടെ എഴുതുന്ന രേഖയാണ് തിരക്കഥ. എന്താണ് തിരക്കഥ? എഴുതപ്പെട്ട രൂപമാണ്, അല്ലേ? എഴുതുന്ന രൂപമാണ് തിരക്കഥ. സിനിമയുടെ അല്ലെങ്കിൽ ഹ്രസ്വചിത്രത്തിന്റെ, ഹ്രസ്വചിത്രം എന്ന് പറഞ്ഞാൽ എന്താ? ഷോർട്ട് ഫിലിം. ഓക്കെ, സിനിമ എന്ന ദൃശ്യകലയുടെ സാഹിത്യ രൂപം എന്ന് ചുരുക്കി പറയാം, അല്ലെ? ഞാൻ പറഞ്ഞു, സിനിമയുടെ സാഹിത്യ രൂപമാണ് സിനിമ എന്ന. പിന്നെ എന്താണ്? സ്ഥലം, സമയം, കഥാപാത്രങ്ങൾ, ശബ്ദം, അംഗചലനങ്ങൾ തുടങ്ങിയ ഒരു ദൃശ്യത്തിൽ അടങ്ങിയിരിക്കുന്ന അന്തർനാടക സ്വഭാവം വരെ തിരക്കഥയിൽ ഉൾക്കൊണ്ടിരിക്കും. ചലച്ചിത്രകാരന്മാരുടെ മാർഗരേഖയായി തന്നെ വിവക്ഷിക്കാം. ഓക്കെ, മിസ് കഥാപാത്ര നിരൂപണത്തിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. തിരക്കഥയിൽ എന്തൊക്കെ വേണം പറഞ്ഞതാണ്, അല്ലേ? ബ്രാക്കറ്റിൽ എന്ത് കൊടുത്തോണം തിരക്കഥയ്ക്ക്? എന്തൊക്കെയാണ് ദൃശ്യത്തിൽ നടക്കുന്നത്? ഇപ്പോൾ മിസ് ഒരു സീൻ ഷൂട്ട് ചെയ്യാൻ പോവാണ്, അതിലൊരു കുട്ടി ഓടി വരുന്നതാണ്. കുട്ടി എവിടെയാണ് ഓടുന്നത്? എന്ത് തരം റോഡിലാണോ ഓടുന്നത്? ടാറിട്ട റോഡാണോ അല്ലെങ്കിൽ മണ്ണിട്ട റോഡാണോ എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം. ക്യാമറ എവിടെ വെക്കണം? ഡയലോഗുകൾ എന്താണ്? അതൊക്കെയാണ് തിരക്കഥയിൽ വരിക. ഓക്കെ, അപ്പൊ തിങ്കളാഴ്ച നല്ല ദിവസം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് തിരക്കഥ എന്തെന്ന് നിങ്ങൾക്ക് കത്തും. ഈ പത്മരാജന്റെ ഗംഭീരമായിട്ടുള്ള ഒരു തിരക്കഥാകൃത്തായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ രസമായിട്ടുള്ള ഒരു സിനിമയാണ് തിങ്കളാഴ്ച നല്ല ദിവസം. കണ്ടോ മക്കൾ? ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒരു എന്താ പറയാ, തിങ്കളാഴ്ച നല്ല ദിവസമായ സ്ഥിതിക്ക് ഒരു പൂവിട്ടെ. കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പൂവിട്ടെ, നോക്കട്ടെ. കണ്ടിട്ടുണ്ടെന്ന് തോന്നണു, ഇല്ല തോന്നണു, അല്ലേ? ഓക്കെ, പക്ഷെ കാണാൻ നോക്കുക കേട്ടോ. ഓക്കെ, കുറച്ച് പേരെങ്കിലും കാണാനായിട്ട് നോക്കുക. ഓക്കെ, ചിലപ്പോൾ സ്കൂളിൽ കാണിച്ചിട്ടുണ്ടാവും. ഇല്ലല്ലോ. ഓക്കെ, ശരി. ഇനി അടുത്തേക്ക് പോവാം. അടുത്ത യൂണിറ്റ് ആയി, അല്ലേ? കളിവിളക്കിൻ തിരുനാളം. ഇതിലെ 2 ചാപ്റ്റേഴ്സ് ആണ് ഫസ്റ്റ് ടേമിൽ വരുന്നത്. ഓക്കെ, യെസ്, നോക്കാം. ഗ്രാമീണമായ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന രാമൻകുട്ടി നായർ എന്ന മനുഷ്യരെ കലാമണ്ഡലം രാമൻകുട്ടി നായർ എന്ന വിശ്രുത നടനാക്കി മാറ്റിയത് കളിയരങ്ങുകളാണ്. ആരുടെയാണ് കളിവിളക്കിൻ തിരുനാളം മക്കളെ? കലാമണ്ഡലം രാമൻകുട്ടി നായർ. നമ്മൾ പറഞ്ഞതാണ്, കളിവിളക്ക് എന്ന് പറഞ്ഞാൽ കഥകളി ആയിക്കോട്ടെ, എന്താണ് കൂടിയാട്ടോ, എന്ത് കളിയും ആയിക്കോട്ടെ, അത് നടക്കുന്നത് കളിയരങ്ങിലായിരിക്കും, കളിത്തട്ടിലായിരിക്കും. അവിടെ കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു വലിയ വിളക്കാണ് കളിവിളക്ക്. അതിന്റെ നാളത്തിന്റെ ഇടയ്ക്ക് അതിന്റെ ഒരു വെളിച്ചത്തിൽ നടക്കുന്ന ചില സംഭവങ്ങളാണ് കളിവിളക്കിൻ തിരുനാളം. ഓർമ്മ വന്നോടാ?
അല്ലേ? ഹനുമാന്റെ വേഷവും കുട്ടികൾ കണ്ട് പേടിച്ചോടുന്നതും ഒക്കെ മനസ്സിലേക്ക് വന്നോ? ആ പിന്നെ കഥകളി കഥകളി കണ്ടിട്ടില്ലേ? കഥകളി കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും, ഇല്ലേടാ? ഓക്കെ അല്ലേ? കഥകളി കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലെങ്കിൽ കാണണം കേട്ടോ. ഓക്കെ, ശരി. ഇനി ഉത്സവം നമ്മുടെ ക്രിസ്മസ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഒരു ഉത്സവമൊക്കെ വരുമല്ലോ, അപ്പൊ കാണാൻ നോക്കാം. ഓക്കെ, വെക്കേഷൻ സമയത്ത് കാണാൻ നോക്കാം കേട്ടോ. ഓക്കെ, ശരി. ഇനി രാമൻകുട്ടി നായരെ പറ്റിയിട്ടാണ്. ജീവിതം തന്നെ കളിയരങ്ങാക്കി മാറ്റിയ ഒരു മഹാനടനാണ്. അരങ്ങുകളിൽ ജീവിച്ചു. അനേകം കളിയരങ്ങളിലെ ഓർമ്മകൾ നിറഞ്ഞു കവിയുന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് തിരനോട്ടം. ആത്മകഥയുടെ പേര് കിട്ടിയോ? നമ്മള് പനിനീർ പൂവിന്റെ ചാപ്റ്ററിൽ അമൃതധാര എന്നുള്ള കൃതിയുടെ പേര് പറഞ്ഞില്ലേ? അതുപോലെ ഓർത്തിരിക്കേണ്ടതാണ്. എന്താണ് മക്കളെ? തിരനോട്ടം. ആ ആത്മകഥയിൽ നിർത്തിയിട്ടുള്ള ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള കളിവിളക്കൻ തിരുനാൾ. ഓക്കെ, അതിലെ മുച്ചിഴിയന്റെ കളിക്കമ്പം എന്നുള്ള ആദ്യത്തെ അധ്യായത്തിൽ നിന്നാണ് നമ്മുടെ പാഠഭാഗം വരുന്നത്. താൻ കഥകളി നടനാവാൻ കാരണമായ ബാല്യകാല അനുഭവമാണ് രാമൻകുട്ടി നായർ എന്തിൽ പറയുന്നത്, ഇതിൽ വിവരിക്കുന്നത്. ബാല്യത്തിൽ കഥകളി കാണുവാൻ ഏറെ ഉത്സാഹത്തോടെ കളിവിളക്കിന് മുന്നിൽ തിക്കിത്തിരക്കിയിരിക്കുമെങ്കിലും കഥ തുടങ്ങാറാവുമ്പോഴത്തേക്ക് എന്താണ്, മിക്കവാറും കൂടെ ഉറങ്ങിപ്പോവുകയാണ് പതിവ്. മക്കൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ നാടകത്തിനൊക്കെ പോയിട്ട്? ഞാൻ പറഞ്ഞ അങ്ങനെയായിരുന്നു. ഞാനും അച്ഛയും കൂടി ഞങ്ങൾ ഇതൊക്കെ എടുത്തിട്ടാ പോവാ, ന്യൂസ് പേപ്പറൊക്കെ എടുത്തിട്ടാ പോവാ. എന്നിട്ട് അവിടെ ഇരിക്കും, കുറച്ച് കഴിഞ്ഞ് ശ്രദ്ധയോടൊക്കെ ഇരിക്കും കേട്ടോ. കുറച്ച് കഴിഞ്ഞ് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. കാരണം വെളുപ്പിനെയായിരിക്കും എപ്പോഴും നാടകമോ കഥകളിയൊക്കെ നടക്കാം. ഓക്കെ, അതാണ് ശരി. കുട്ടികളും അങ്ങനെ തന്നെയായിരുന്നു, കിടന്നുറങ്ങലാണ് പടി. ഇനി പക്ഷേ എന്താണ്, ചില വേഷങ്ങൾ ആകർഷിക്കുകയും പ്രചോദനമാകുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെറുപ്പത്തിൽ കാണുന്ന കാര്യങ്ങൾ നമ്മളെ വലുതാകുമ്പോൾ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. ശരി, അതിലൊന്നാണ് തോരണ യുദ്ധം എന്ന് പറയുന്ന കഥകളി ഭാഗത്തിലെ ഹനുമാന്റെ വേഷം. ആശാരി കോപ്പൻ എന്ന പേരിൽ പ്രശസ്തനായ കോപ്പൻ നായരുടെ വേഷം കാണാൻ കൂട്ടുകാർക്കൊപ്പം അണിയറയിൽ പോയി വാതിൽപ്പള്ളിയോട് ഇങ്ങനെ എന്താണ് ഒളിച്ചു നോക്കി. അപ്പോഴാണ് വേഷം എഴുന്നേറ്റ് അരങ്ങിലേക്ക് പോകാൻ ഒരുങ്ങി കഥകളി സമ്പ്രദായത്തിലുള്ള 4 ചവിട്ടി ചുറുചുറുക്ക് വരുത്തുന്നത് കണ്ട് ഇരുട്ടിലേക്ക് ഭയന്നോട് കുട്ടികൾ പൊട്ടക്കൊണ്ടിൽ വീണ് പോവുകയുണ്ടായി. എന്താണ് പറ്റിയേ? ഈ ആശാൻ വേഷം കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഇരുട്ടാണ്, ഞാൻ പറഞ്ഞ കളിവിളക്കിന്റെ ഒരു വെളിച്ചം മാത്രമേ ഉള്ളൂ. അപ്പൊ കുട്ടികൾ കാണാൻ പറ്റുന്നില്ല ഇത് മനുഷ്യനാണോ എന്താണ്. അപ്പൊ കണ്ണ് അനക്കുന്നൊന്നും കാണുന്നില്ല. പെട്ടെന്നൊരു ഇദ്ദേഹം എന്ത് ചെയ്തു, അരങ്ങിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു വാമപ്പ് പോലത്തെ ഒരു സംഭവം കഥകളിയിലുണ്ട്. അത് ചെയ്തപ്പോഴത്തേക്കും കുട്ടികൾ അങ്ങോട്ട് പേടിച്ചു പോയി. ഇവർക്ക് വഴി അറിയാത്തത് കൊണ്ട് അവിടെ ഒരു എന്തുണ്ടായിരുന്നു, ഒരു പൊട്ടക്കൊണ്ടുണ്ടായിരുന്നു. അവിടേക്ക് പടക്കവും തല്ലി വീടാണ് മക്കള്. ഓക്കെ, യെസ്, നിങ്ങളെ പോലെ കുസൃതി കുറുമ്പ് പിള്ളേരായിരുന്നു. ഇനി അതോടെ ഉറക്കച്ചടവെല്ലാം വിട്ടുമാറി കഥകളി മുഴുവൻ കാണാൻ തന്നെ തീരുമാനിച്ചു. ഓക്കെ, അപ്പൊ ഉറക്കൊക്കെ പോയി, വീണു, ഉറക്കൊക്കെ പോയി. ഇവരെന്താ പേടിച്ചതെന്ന് അറിയാമോ? ഹനുമാൻ ഈ വേഷം ഇന്റെ ഒച്ചയെ കേട്ടിട്ട് ഇവരുടെ പുറകെ വരണമെന്ന് പേടിച്ചു പോയി. പക്ഷെ അരങ്ങി കയറിയായിരുന്നു ആശ. ശരി, ഹനുമാൻ രാക്ഷസന്മാരുടെ യുദ്ധചാബല്യങ്ങൾ കണ്ട് വളരെയധികം ആഷ്ടനാകുന്നു. യുദ്ധം കാണാൻ രസമാണ്. പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെണ്ടയുടെ ഒച്ചയൊക്കെ ആകെ രസമാണ്. യുദ്ധത്തിനിടയിൽ രാക്ഷസന്മാരെ ഹനുമാൻ ഉങ്ങിന്റെ കൊമ്പ് പൊട്ടിച്ച് അടിക്കുകയും അതിൽ നിന്നൊരു ഉങ്ങിൻ കായ ആരുടെ മേത്തേക്ക് വീണൂടാ, മൂക്കത്തേക്ക് വീണു. കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ മൂക്കത്തേക്ക് വീണു. കുറെ നാളത്തേക്ക് വേദന ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അന്നും ഫോഴ്സിൽ അങ്ങനെ വീഴ്ചുമ്പോൾ എന്താ പട്ടി കഴിഞ്ഞാൽ വേന എടുക്കില്ലേ, അത് തന്നെ. പിന്നീട് മികച്ച കഥകളി നടനായ രാമൻകുട്ടി നായർ മാറുകയും അദ്ദേഹത്തിന്റെ മികച്ച വേഷങ്ങളിൽ ഒന്നായി തോരണ യുദ്ധത്തിലെ ഹനുമാൻ വേഷം മാറുകയും ചെയ്തു. മനസ്സിലായോടാ? ഇതായിരുന്നു ചാപ്റ്റർ. പാഠഭാഗം ഓർമ്മ കിട്ടിയോ? മനസ്സിലേക്ക് വന്നോ? യെസ്. ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്, നമ്മൾ കഥകളി കണ്ട എന്തെങ്കിലും എന്താണ് അങ്ങനെ ഒരു അനുഭവക്കുറിപ്പോ എഴുതാം. കഥകളിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചവിട്ട് നാടകമായിക്കോട്ടെ, തെയ്യമായിക്കോട്ടെ, അതൊക്കെ കണ്ട ഒരു അനുഭവം ചോദിക്കാവുന്നതാണ്. പിന്നെ കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ ഈ ഒരു എന്താണ് സംഭവിച്ചതെന്നുള്ളത് മനസ്സിലുണ്ടാവണം. അത് ചോദ്യമായിട്ട് വരാം. കുട്ടികൾക്ക് എന്താണ് പറ്റിയത്? ഹനുമാന്റെ വേഷം അണിഞ്ഞിരിക്കുന്ന പേര് ഓർത്തു വെക്കണം. ആശാരി കോപ്പൻ എന്ന് വിളിച്ചിരുന്ന കോപ്പൻ നായരുടെ വേഷം കണ്ടിട്ട് ഒളിച്ചു നോക്കിയതാണ്, പടക്കവും തല്ലി വീണു. എന്ത് പറ്റി? അങ്ങനെ എഴുതരുതട്ടോ മക്കളെ ഉത്തരത്തിൽ. മിസ് പറഞ്ഞതാണ്. അതെന്താണ്, പൊട്ടക്കുണ്ടിൽ വീണുപോയി, കാരണം അവർക്ക് വഴി അറിയില്ലായിരുന്നു. അതാണ് സംഭവം. ഓക്കെ, ഇത് മനസ്സിലുണ്ടാവണം. കിട്ടിയോ? ചാപ്റ്റർ ഓർമ്മ വന്നോ? ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് ഒരു റൗണ്ടിലേക്ക് കടക്കാൻ പോവാണ്. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ഒരു ഫയർ ഇമോജി ഇട്ടേ. യെസ്, നമ്മൾ ലാസ്റ്റത്തെ ഒരു കൊട്ടിക്കലാശത്തിലേക്ക് കടക്കണം. അവസാനത്തെ ചാപ്റ്റർ, ഫസ്റ്റ് ടേമിലെ അവസാനത്തെ ചാപ്റ്റർ. ശരിക്കും നോക്കിയാൽ പാടി വീട്ടാത്ത കടങ്ങൾ ആരെ പറ്റിയിട്ടായിരുന്നു? യെസ്, ദീപനുണ്ട്. ഓക്കെ, യെസ്, യേശുദാസ് അല്ലേ? ഉഷാറാണ്, എല്ലാവരും ഉഷാറാണ്. ശരി. പാടി വീട്ടാത്ത കടങ്ങൾ നമുക്ക് നോക്കാം, അതും കൂടി നോക്കാം. ഓക്കെ അല്ലേ? എന്തായിരുന്നു? യേശുദാസിനെ പറ്റിയിട്ടാണ്. KJ യേശുദാസ് നമ്മൾ ഗാനഗന്ധർവൻ എന്നൊക്കെ അതീവ സ്നേഹത്തോടെ വിളിക്കുന്ന യേശുദാസിനെ പറ്റിയിട്ട്, യേശുദാസുമായിട്ടുള്ള ഒരു അഭിമുഖം അനീഷ് നായർ നടത്തിയ ഒരു അഭിമുഖം. എന്താണ് അഭിമുഖം എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ, അത് നടത്തിയതാണ്. കുറച്ച് ചോദ്യങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിനെ പറ്റി അറിയാൻ സാധിച്ചു. നോക്കാം.
എന്തൊക്കെയാണ്? സംഗീത ലോകത്ത് പുതിയൊക്കെ പിറവിക്ക് തുടക്കം കുറിച്ച യേശുദാസ് എന്ന ഗായകനെ അഭിമുഖത്തിലൂടെ വെളിപ്പെടുത്തുന്നതാണ് പാഠം. ഒട്ടേറെ കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും അതിജീവിച്ചാണ് ഇന്ന് കാണുന്ന യേശുദാസ് എന്ന ഗായകൻ രൂപപ്പെട്ടതെന്ന് 2023 നവംബർ 14 അനീഷ് നായർ നടത്തിയ അഭിമുഖത്തിൽ നിന്ന് വ്യക്തമാകും. ആരാണ് മക്കളെ അഭിമുഖം നടത്തിയത്? അനീഷ് നായർ. പേര് ഓർത്തു വെക്കണം. ഓക്കെ, ശരി. ആദ്യ ഗാനം പാടാനിടയായ സാഹചര്യവും അനുഭവങ്ങളും അദ്ദേഹം ഇതിൽ വിവരിക്കുന്നുണ്ട്. സംഗീത രംഗത്ത് തനിക്ക് താങ്ങും തണലുമായവർ അദ്ദേഹം നന്ദിയോടും കടപ്പാടും കൂടി സ്മരിക്കുന്നു. ആദ്യത്തെ പാട്ട് പാടാൻ പോയിട്ട് പക്ഷെ പനി പിടിച്ചിട്ട് പാടാൻ പറ്റിയില്ല. പക്ഷെ 4 വരി പാടി. ശ്രീനാരായണ ഗുരുവിന്റെ വരികളായിരുന്നു അവ. ഓക്കെ, മികച്ചൊരു തുടക്കം, മികച്ചൊരു ഗായകന് മികച്ചൊരു തുടക്കം. അതായിരുന്നു. ഓർമ്മ കിട്ടണ്ടോ? യെസ് അല്ലേ? ശരി. ഇനി എവിടേക്കാണ് പോയത് പാട്ട് പാടാൻ? മദ്രാസിലേക്ക് അല്ലേ? യെസ്. ഇനി നന്ദിയോടും കടപ്പാടും കൂടി അനുസ്മരിക്കുന്നു. തുടക്കക്കാർ കലാരംഗത്ത് വരുമ്പോൾ അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചുമൊക്കെ അവരെ കൈപിടിച്ച് കയറ്റി വിടാൻ എത്തിയവരെ കുറിച്ചും യേശുദാസ് ഇവിടെ ഓർത്തെടുക്കുന്നു. തന്നെ സഹായിച്ച ആളുകളെ പറ്റിയിട്ട് യേശുദാസ് നല്ല സ്നേഹത്തോടെ തന്നെയാണ് പറയുന്നത്. MP ശ്രീനിവാസൻ, അഭയദേവ്, ദക്ഷിണാമൂർത്തി മുതലായവ ഇവരൊക്കെ MP ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് പോയ സംഗീത സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ പാട്ട് പാടാനായിട്ട് അവസരം കിട്ടിയില്ലെങ്കിലും 4 വരി പാടിക്കൊള്ളാൻ പറഞ്ഞത് ഇദ്ദേഹമാണ്. അപ്പൊ ആ സ്നേഹം അദ്ദേഹം യേശുദാസ് ഉത്തരത്തിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇനി അതേസമയം സാധാരണക്കാരായ ഫോർട്ട് കൊച്ചിയിലെ തങ്ങളെയും ടാക്സി ഡ്രൈവറായ മത്തായിയാണ് 16 രൂപ കൊടുത്തതല്ലേ? അന്നത്തെ 16 രൂപ എന്ന് പറഞ്ഞാൽ ചില്ലറ പൈസയല്ല. ഓക്കെ, ഇന്നത്തെ നല്ല വിലയുണ്ട്. ഒന്നാമത്തെ പ്രത്യേകിച്ച് ഒരു ടാക്സി ഡ്രൈവർ. അന്ന് ടാക്സി എന്ന് പറഞ്ഞാൽ ആളുകൾ സ്ഥിരമായിട്ട് വിളിക്കുന്ന ഒന്നല്ല. വല്ലപ്പോഴും വല്ല ഓട്ടം കിട്ടുള്ളൂ. അതിന് കിട്ടുന്ന ഒരു തുച്ഛമായ ശമ്പളമേ ഉള്ളൂ മനുഷ്യന്. പക്ഷെ എന്നാലും യേശുദാസിനോട് ആദ്യം ഇനി ഞാൻ അതും കൂടി തരണമെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും പക്ഷെ കാശ് കൊടുക്കാണ്. അല്ല, അന്ന് 13 രൂപയായിരുന്നു ടിക്കറ്റിന്. ഫുഡ് കഴിച്ചിട്ടില്ല, ക്ഷീണം ഉണ്ടായിരുന്നു എന്നൊക്കെ യേശുദാസ് പറയുന്നുണ്ട്. മനസ്സിലേക്ക് വന്നോടാ? മത്തായി വന്നോ, പിന്നെ തങ്ങള് വന്നോ, തങ്ങളുടെ അച്ഛൻ ക്യാരക്ടർ ഒക്കെ വന്നില്ലേ മനസ്സിലേക്ക്? യെസ്. ഇനി നോക്കാം. ചില നഷ്ടപ്പെടുകൾ പിന്നീട് വരാനുള്ള വലിയ നേട്ടങ്ങളെ സൂചനയാണെന്ന് പറയാതെ പറയുന്നുണ്ട് അഭിമുഖത്തിൽ. വേലുത്തമ്പി ദളവ എന്ന സിനിമയിൽ യേശുദാസ് പാടിയ പുഷ്പാഞ്ജലി എന്ന ടൈറ്റിൽ ഗാനമാണ് ആദ്യം തിയേറ്ററിൽ എത്തിയതെങ്കിലും അതിൽ ഗായകരുടെ കൂട്ടത്തിൽ യേശുദാസിന്റെ പേരുണ്ടായിരുന്നില്ല. കാരണം അവസാനത്തെ നിമിഷമാണ് ആ പാട്ട് കയറുന്നത്. പുഷ്പാഞ്ജലികൾ കിട്ടിയോ? യെസ്. അതുപോലെ തന്നെ ആദ്യം ഗാനം പാടാനായി മദ്രാസിലേക്ക് പോയ സമയത്ത് തീരുമാനിച്ച ദിവസം പനി പിടിച്ചു, ഞാൻ പറഞ്ഞു അല്ലേ? ആ അവസരം നഷ്ടപ്പെട്ടതിൽ തളർന്നിരിക്കുമ്പോഴാണ് സംഗീത സംവിധായകൻ MP ശ്രീനിവാസൻ ശ്രീനാരായണ ഗുരുവിന് വരികൾ പാടിക്കുന്നത്. അത് പിന്നീട് സംഗീത ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയായിരുന്നു. ആദ്യം ലഭിച്ച അവസരങ്ങൾ വേണ്ടത്ര ഉപയോഗിക്കാൻ സാധിച്ചില്ലെങ്കിലും അർഹതയുണ്ടെങ്കിൽ ആദരിക്കപ്പെടുമെന്നതിന്റെ തെളിവ് കൂടിയാണ് യേശുദാസിന്റെ ജീവിതം. ഓക്കെ അല്ലേ മക്കളെ? യെസ്. ഇനി അതുപോലെ ഏറ്റവും നിർണായകമായ ജീവിതഘട്ടങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടപ്പോൾ എത്തിയ സഹായങ്ങളാണ് ജീവിതത്തിന്റെ പണത്തിന്റെ മൂല്യത്തെക്കുറിച്ച് ശരിയായ ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്തതെന്ന് പാഠം വ്യക്തമാക്കുന്നു. അച്ഛന്റെ മരണസമയത്ത് ആശുപത്രി ബില്ലടയ്ക്കാൻ പണം നൽകിയ P ഭാസ്കരൻ മാഷും അന്ന് 800 രൂപ കൊടുത്തു. P ഭാസ്കരൻ മാഷ് കേട്ടോ, അച്ഛന്റെ സംസ്കാരം നടത്താനായിട്ട്. ഇനി പാടാൻ പോകുമ്പോൾ യാത്ര ചെലവ് നൽകിയ മത്തായിയുമാണ് ആ ബോധ്യം നൽകിയവർ. 2 കടങ്ങളുണ്ട്, എനിക്ക് കടപ്പാടുണ്ട് എന്ന് പറയുന്നതാണ്. ഒന്ന് മത്തായി ചേട്ടൻ തന്ന 16 രൂപയും P ഭാസ്കരൻ മാഷ് കൊടുത്ത 800 രൂപയും. ഓർമ്മ വേണം, മറന്നു പോകരുത്, വിട്ടുപോകരുത്. യെസ്. ഇനി ഈ 2 കാര്യങ്ങളെ വിശേഷിപ്പിക്കുന്നു. ജീവിതം പഠിപ്പിച്ച മൂല്യങ്ങളാണ് ഏറ്റവും വലിയ സമ്പാദ്യം എന്ന തിരിച്ചറിവ് യേശുദാസിന്റെ അനുഭവം നമ്മളിൽ ഉണ്ടാക്കുന്നു. കിട്ടിയോടാ? ഓക്കെ ആയില്ലേ മക്കളെ? ഇതാണ് പാടി വീട്ടാത്ത കടങ്ങൾ. ഇതിൽ നിന്ന് സാധ്യത ഞാൻ പറഞ്ഞു 2 കടങ്ങളെ പറ്റിയിട്ട്, അത് ഓർമ്മ വേണം. പിന്നീട് അതിലൊരു ഉപന്യാസ ചോദ്യമാണ്. ഒരിക്കലും ഒരാൾ ഒറ്റയ്ക്കല്ല ഉണ്ടായി വരുന്നത്. യേശുദാസ് എന്നുള്ള ഗായകനാക്കിയത്, ഗാനഗന്ധർവനിലേക്ക് ഉയർത്തിയത് പലരുമാണ്. അവരിൽ ആരൊക്കെ ഉൾപ്പെടും? പറഞ്ഞ ശ്രീനിവാസൻ വരും, ദക്ഷിണാമൂർത്തി സ്വാമി വരും, പിന്നീട് ആര് വരും? P ഭാസ്കരൻ മാഷും വരും, മത്തായി ചേട്ടനും ഒക്കെ വരും. ഓക്കെ, അതാണ്. അങ്ങനെ ഒരാളും ഒറ്റയ്ക്കല്ല ഉയർന്നു വന്നിട്ടുള്ളത്. അവരുടെ പിന്നിൽ ഇഷ്ടംപോലെ ആളുകളുടെ പ്രയത്നമുണ്ട് എന്നുള്ള കാര്യം. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആളെ ഓർക്കേണ്ടത് യേശുദാസിന്റെ അച്ഛനാണ്. അച്ഛന് സിനിമയിൽ പലരെ പരിചയമുണ്ടെങ്കിലും യേശുദാസിന് വേണ്ടിയിട്ട് എവിടെയും എന്ത് പറയാൻ പോയിട്ടില്ല? ശുപാർശ നടത്തിയിട്ടില്ല. കാരണം എന്താ? ഒറ്റയ്ക്ക് യേശുദാസ് സ്വന്തം കഴിവിന് വരട്ടെ എന്ന് വിചാരിച്ചു വെച്ചിരുന്ന ഒരു അച്ഛനാണ്. ഓക്കെ, അപ്പൊ അച്ഛനെ പറ്റിയിട്ട് ചോദിക്കാം അങ്ങനെ ഒരു ചോദ്യം. അപ്പൊ എന്താ എഴുതിക്കോണം? തന്റെ മകൻ സ്വന്തം കഴിവ് കൊണ്ട് തന്നെ എത്തണമെന്ന് ആഗ്രഹിച്ച ഒരു പിതാവാണ്. കഴിവ് കൊണ്ട് തന്നെ ഉയർലങ്ങളിലേക്ക് എത്തണം തന്നെ ആലോചിച്ച ഒരു പിതാവാണ് യേശുദാസിന്റെ അച്ഛൻ. അത് മനസ്സിലുണ്ടാവണം. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേടാ? നമ്മള് മലയാളം ഫസ്റ്റ് ടേമിലെ അത്യാവശ്യം എല്ലാ
കോണിലൂടെയും കടന്നു പോയിട്ടുണ്ട് പാഠഭാഗത്തിൻ്റെ. ഇനി എന്തേ വേണ്ടു? മക്കള് മനസ്സിരുത്തി ചാപ്റ്ററുകൾ വായിക്കണം. അതുകൂടാതെ നോട്ട്സിലൂടെയും കടന്നു പോകണം. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓണപരീക്ഷയ്ക്ക് സെറ്റായിരിക്കും മക്കളെ. ഒരു വിധത്തിലും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഓക്കെ അല്ലേ? ഓൾ ഗുഡ്? എല്ലാവരും ഓക്കെ ആണോ? ലാസ്റ്റ് ആയിട്ട് എല്ലാവരും കൂടി സെറ്റാണോ? ഓക്കെ ആണെങ്കിൽ ഒരു തീയുടെ ഇമോജി ഇട്ടേ. നോക്കട്ടെ. യെസ്, ഓക്കേടാ. അപ്പോൾ അടിപൊളിയായിട്ട് മക്കളെ പരീക്ഷ എഴുതണം. ഗംഭീരമായിട്ട് എളുപ്പമാവട്ടെ. എളുപ്പമായിരിക്കും, അതാണ് മസ് പറയുന്നത്. എളുപ്പമായിരിക്കും, മക്കൾക്ക് സുഖമായിട്ട് എഴുതാം. സമാധാനത്തിൽ പോയി എന്താണ് ടെൻഷനൊന്നും അടിക്കാതെ എക്സാം എഴുതിയിട്ട് വരാം കേട്ടോ. ഓക്കെ മക്കളെ? യെസ്, അടുത്ത ക്ലാസ്സിൽ കാണാൻ വരെ. ബൈ.